ഇവന്മാരിത് എവിടെ പോയി കിടക്ക? എത്ര നേരമായി നോക്കുന്നു. ഇങ്ങോട്ട് വരാനല്ലേ പറഞ്ഞേ? ഇതിപ്പോ ആരോടാ ഒന്ന് ചോദിക്കുക? ഹലോ, എടാ സൂര്യ, നീ ഇത് എവിടാ? ഞാനിതേ നീ പറഞ്ഞ സ്പോട്ടിലെത്തിയിട്ട് എത്ര നേരായിന്നറിയോ? അവനുണ്ടോ കൂടെ? ആ, എന്നാ പിന്നെ രണ്ടും കൂടെ കഥ പറഞ്ഞിക്കാണ്ട് പെട്ടെന്ന് ഇങ്ങോട്ട് വാ. പോസ്റ്റാടാ. ശരി. ഹേ, ആരാ? ഏ, ആരാന്നോ? അതിനിതാരാ? അമ്മോ, നൈസ്. ഞാനിവിടെ ഉണ്ടായിരുന്നു. ഇത്രയും സൗണ്ടിൽ സംസാരിച്ചതുകൊണ്ട് ചോദിച്ചതാ. ഓ, ഐ റിയലി സോറി. എന്റെ ഫ്രണ്ടായിരുന്നു, ഞാൻ കണ്ടില്ല. ഇറ്റ്സ് ഓക്കെ. വാട്ട്സ് യുവർ നെയിം? പ്രോബ്ലം ഒന്നും ഇല്ലെങ്കിൽ പറഞ്ഞാ മതി. ഏ, എന്ത് പ്രോബ്ലം? എന്റെ പേര് ശക്തി. സോറി അളിയാ, കുറച്ച് ലേറ്റ് ആയി പോയി. നീ വന്നേ, നമ്മളടുത്ത് ഫ്രണ്ട് സ്റ്റേജിലോട്ട് ചെല്ലാൻ പറഞ്ഞു. അവൻ അവിടെ നിൽപ്പുണ്ട്, നീ വാ. ഓ ഫിലി, നശിപ്പിച്ച്. എന്നാ പോട്ടെ. ശക്തി, അതാ എന്റെ പേര്. ശിവ, അശ്വിൻ, നീ വന്നോ? ആടാ, സാറിനോട് പറയായിരുന്നു ടൈമായി നിന്നെ സ്റ്റേജിലേക്ക് കൂട്ടിക്കൊണ്ടുവരാനായിട്ട്. ആടാ, അങ്ങനെയാണെങ്കിൽ പോവാം നമുക്ക്. നീ എണീക്കണ്ട ശിവ, നിക്ക്, ഞാൻ പിടിക്കാം. ഞാനോ? ഇവനാണ് ലേറ്റാക്കിയത്. അതെങ്ങനാ? ഇന്നലെ എപ്പോഴും ഉറങ്ങിയെന്ന് അങ്ങോട്ട് ചോദിക്ക് ശക്തി. ഓ, എന്നിട്ടോ? ഞാൻ ഉറക്കം കളഞ്ഞിരിക്കാന്ന് പറഞ്ഞിട്ട് നീ എന്റെ ഒപ്പം ഇരുന്നോ? നീ കിടന്ന് ഉറങ്ങിയില്ലേടാ? പിന്നെ എനിക്ക് വട്ടാണല്ലോ പാതിരാത്രി ഉറക്കം കളഞ്ഞ് നിന്റെ ഒപ്പം കൂട്ടിരിക്കാൻ. ഒന്ന് പോടാ. ഒന്ന് നിർത്തോ രണ്ടും കൂടെ? മര്യാദയ്ക്ക് മനുഷ്യൻ അവിടെ ഇരുന്ന് സംസാരിക്കുമായിരുന്നു. അതിന്റെ ഇടയിൽ കൂടെ കയറി വന്ന് നോക്കാൻ നശിപ്പിച്ചു. എന്ത് നശിപ്പിച്ചെന്ന്? അതിനവിടെ വേറെ ആരും ഉണ്ടായിരുന്നില്ലല്ലോ. അലിയ ശക്തി, സത്യം പറയും, നീ ഏത് പെണ്ണിനെയാ അവിടെ ഇരുന്ന് ട്യൂൺ ചെയ്തോണ്ടിരുന്നേ? പെണ്ണാ? ഏത് പെണ്ണ്? ഒന്ന് പോടാ. എടാ സൂര്യ, ഇവിടെ ഇന്ന് എന്താ പരിപാടി? നമുക്കിന്ന് ക്ലാസ് ഒന്നും ഇല്ലേ? അങ്ങനെയല്ലല്ലോ, ഇന്ന് നമ്മുടെ ഫ്രഷേഴ്സ് ഡേ അല്ലേ. അപ്പൊ നമ്മളെ പോലെയുള്ള ഫ്രഷേഴ്സിനെ വെൽക്കം ചെയ്യാനായിട്ട് നമ്മുടെ സീനിയേഴ്സിനെ ഒക്കെ ഡാൻസോ സോങ്ങോ അങ്ങനെ എന്തൊക്കെ ഉണ്ടെന്നല്ലേ പറഞ്ഞേ? ഹോ, എത്ര മനോഹരമായ ആചാരങ്ങളല്ലേ. ക്ലാസ് കൂടി ഇല്ലായിരുന്നെങ്കിൽ പൊളിച്ചേനെ. ക്ലാസ് തുടങ്ങിയില്ല ഇവിടെ. അതിനു മുമ്പ് അവര് മടിയായി തുടങ്ങി. എന്നാ ഫിലി, നീയൊക്കെ ഒന്ന് നന്നാവണേ. പിന്നെ ഈ പറയണ ആളങ്ങ് വലിയ പുണ്യാളനാണല്ലോ. എനിക്കറിയാടാ, ഈ കോളേജിലോട്ട് കാലെടുത്ത് വെച്ചപ്പോഴേ നീ ആരെങ്കിലും ഒക്കെ സ്കെച്ചിട്ട് കാണുമെന്ന്. അല്ലേ സൂര്യ? അതൊക്കെ അത്രേ ഉള്ളളിയാ. എടാ, തുടങ്ങാൻ പോവാ തോന്നുന്നു. എന്തൊക്കെ അനൗൺസ്മെന്റ് ഒക്കെ കേൾക്കുന്നുണ്ടല്ലോ. ഫസ്റ്റ് ആണ് സിംഗിങ് ആണോ? അതേടാ, സ്റ്റേജിൽ ആരെയും കാണുന്നുണ്ടല്ലോ. കറക്റ്റ് അങ്ങോട്ട് ഫോക്കസ് ആവുന്നില്ല. എനിക്കിതൊക്കെ കാണുമ്പോഴേ മറ്റേ അഡാർലവൊക്കെ ഓർമ്മ വരുന്നേ. ഇനിയിപ്പൊ അതിലൊക്കെ ഉള്ളതുപോലെ ഫസ്റ്റ് ഡേ തന്നെ ആരെങ്കിലും ഒക്കെ തടഞ്ഞാലോ? അയ്യടാ, അവന്റെ ഒരു അഡാർലവ്. ആ തിരുവായൊന്ന് പൂട്ടി വെച്ചിട്ട് നീ ആ സ്റ്റേജിലോട്ടൊന്ന് നോക്കിക്കേ ഫിലിയെ. അല്ലടാ, ചെലപ്പാവൻ പറഞ്ഞതുപോലെ ആരെങ്കിലും ഒക്കെ തടഞ്ഞാലോ? നമുക്ക് നോക്കാം. ആദ്യം ഇത്. ഇത് കുറച്ചും അവിടെ വെച്ച് കണ്ട ആളല്ലേ? നെഞ്ചിൽ തഞ്ചി നിന്റെ കൊഞ്ചനാദം പാടും പാട്ടിന്റെ പഞ്ചാമൃതം കണ്ണിൽ മിന്നി കനൽ മിന്നൽ നാളം ആരും കാണാത്ത ദീപാങ്കുരം നിന്നോട് മിണ്ടാൻ നിന്നെ തലോടാൻ ചുണ്ടോട് ചുണ്ടിൽ തേനുണ്ട് പാടാൻ മോഹിച്ചു നിൽപ്പാടു ഞാൻ നിനക്കെന്തഴകാണഴകേ നിറവാർമഴവിൽ ചിറകേ നിലവിൽ വിരിയും നിലവേ. ശിവ, ഇയാള് സിംഗറാണോ? എന്റെ അമ്മോ. ശിവ പാട്ട് അവസാനിപ്പിച്ചത് ആൾക്കൂട്ടത്തിൽ നിന്ന് ഒരു വലിയ കയ്യടി ശബ്ദമുയർന്നു. അടുത്ത സെക്കൻഡിൽ തന്നെ അശ്വിൻ ശിവയുടെ അടുത്തേക്ക് ഓടിയെത്തി. പിന്നീട് ശിവയുടെ കൈകളിൽ പിടിച്ചുകൊണ്ട് അവർ സ്റ്റേജ് വിട്ടിറങ്ങി.
എങ്കിലും കയ്യടി ശബ്ദം കൂടുന്നതല്ലാതെ കുറയുന്നുണ്ടായിരുന്നില്ല. അതെന്താണ് അങ്ങനെയെന്ന് ശക്തി ആലോചിക്കുന്നുണ്ടായിരുന്നു. എങ്കിലും അവൻ ശിവയെ തന്നെ നോക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു. പക്ഷെ സ്റ്റേജിൽ നിന്ന് ഇറങ്ങിയതിനു ശേഷം ശക്തി പലയിടത്തും നോക്കിയെങ്കിലും ശിവയെ മാത്രം കാണാനായില്ല. എന്റെ പൊന്നോ, കൊള്ളാർന്നല്ലേ? പുള്ളി ഏതോ വലിയ സിംഗറാന്ന് തോന്നുന്നു. ശരിയാ, എനിക്കിഷ്ടായി. നിനക്ക് മാത്രല്ല ഞങ്ങൾക്കും ഇഷ്ടായി. എന്നാ ഒരു വോയിസ് ആയിരുന്നു. എന്നാലും ആരാ സ്റ്റേജിൽ കയറി വന്നേ? ഫ്രണ്ട് ആയിരിക്കും അല്ലേ? ഹലോ, 3 ഉണ്ടല്ലോ. കോളേജിലെത്തിയിട്ട് വിളിക്കാന്ന് പറഞ്ഞിട്ട് എന്താടാ വിളിക്കാതിരുന്ന്? എന്റെ എടാ നീയോ? വിളിക്കണോന്ന് വിചാരിച്ചതാ. പിന്നെ ഇവിടെ വന്ന് ഇങ്ങനെ പാട്ടൊക്കെ കേട്ട് നിക്കുവായിരുന്നു. അതിന് നീ ഞങ്ങളുടെ ബാച്ചല്ലല്ലോ, പോരാത്തതിന് സീനിയറും. ഹല്ലളിയാ, എങ്ങനാ ഇവിടെ റാഗിംഗ് ഒക്കെ ഉണ്ടോ? റാഗിങ് ഇല്ലാത്ത കോളേജോ? എന്തൊക്കെയാളിയാ ഈ പറയുന്നേ? പിന്നെ സീനിയേഴ്സിന്റെ കണ്ടിലൊന്നും വേണ്ടാണ്ട് നീക്കിനങ്ങ് പോയാ മതി. നിങ്ങളെന്താ ഇപ്പൊ ഇവിടെ നിൽക്കുന്നേ? ക്ലാസ്സിൽ കയറുന്നില്ലേ? അതാ അളിയാ പറഞ്ഞേ, പാട്ട് കേട്ടോണ്ട് നിക്കുവായിരുന്നു ഞങ്ങൾ ഇവിടെ. അല്ല, ഇപ്പൊ പാട്ട് പാടിയിട്ട് പോയില്ലേ? അതാരാ? ഇവിടുത്തെ സീനിയർ ആണോ ചേട്ടൻ? ആ, അത് ശിവയല്ലേ, നമ്മുടെ സീനിയർ ഒക്കെ തന്നെ. പക്ഷെ 2 വർഷം മുമ്പ് 2 വർഷം മുമ്പേ ആളിവിടുന്ന് പഠിത്തമൊക്കെ കഴിഞ്ഞ് ഇറങ്ങിയതാ. പിന്നിടയ്ക്ക് ഇവിടെ ഇങ്ങനെ പ്രോഗ്രാംസ് ഒക്കെ ഉള്ളപ്പോ ഇങ്ങനെ പാട്ട് പാടാനായിട്ട് ഇങ്ങോട്ട് വരും. കഴിഞ്ഞ വർഷം ഞങ്ങളുടെ ഫ്രഷേഴ്സിലേക്കും ഇതുപോലെ പുള്ളീന്റെ വക ഒരു അടിപൊളി സോങ് ഉണ്ടായിരുന്നു. ശിവ എന്നാണല്ലേ പേര്? എമ്മാരി വോയിസ് ആലേ? അല്ലേ ബി? കൂടെ ഉണ്ടായിരുന്ന ആരാ? സോങ് കഴിഞ്ഞ പാടെ ഒരാൾ സ്റ്റേജിൽ കയറി വന്നില്ലേ, ആ കെട്ടിപ്പിടിച്ചേ? അത് അശ്വിൻ ചേട്ടൻ. ആളുടെ ബെസ്റ്റ് ഫ്രണ്ടാന്നാ സാറ് പറഞ്ഞേ. ആ ശിവ എന്ന് പറയുന്ന ചേട്ടൻ എപ്പോ ഇങ്ങോട്ട് വന്നാലും കൂടെ ഈ അശ്വിൻ ചേട്ടനും ഉണ്ടാവും. ആ, അതാണ് ഫ്രണ്ട്ഷിപ്പ്. ശരിയാ. അത് മാത്രല്ല, ഈ പറയുന്ന ശിവ എന്ന് പറയുന്ന ചേട്ടൻ ആൾക്ക് കണ്ണ് കാണില്ല. ഹീസ് ബ്ലൈൻഡ്. എബി, എന്ത്? കണ്ണു കാണില്ലെന്നോ? ആടാ, ആൾക്ക് കണ്ണ് കാണാൻ പറ്റില്ല. അതുകൊണ്ട് എപ്പോഴും ഒരാൾ കൂടെ തന്നെ വേണം. ഈ പറഞ്ഞ അശ്വിൻ ചേട്ടനാണെങ്കിൽ പോലും എന്തോ ജോബൊക്കെ ഉള്ളതാന്നാ കേട്ടെ. പക്ഷെ ഈ ശിവയുടെ എല്ലാ ആവശ്യത്തിനും ആ ചേട്ടൻ കൂടെ കാണും. അയ്യോ, കഷ്ടമല്ലേ? എന്ത് നല്ല ചേട്ടനാ. എടാ, പക്ഷെ ഞാൻ ആളോട് സംസാരിച്ചപ്പോ. നീ സംസാരിച്ചോ? എപ്പോ? ആളങ്ങനെ ഓവർ ആരോട് സംസാരിക്കാറില്ലെന്നാണല്ലോ കേട്ടെ. ആ, ചിലപ്പോ സംസാരിക്കുമായിരിക്കും. ഇവിടെയുള്ള HOD-നോടും ആ അശ്വിൻ എന്ന് പറയുന്ന ചേട്ടനോടും മാത്രം സംസാരിച്ച് ഞങ്ങൾ കേട്ടിട്ടുള്ളൂ. ഒരു ഹായ് പോലും നമ്മളോട് ആരോടും പറയാറില്ല. അല്ല ശക്തി, നീ എന്ന് ആ ചേട്ടനോട് സംസാരിച്ചെന്ന്? നിന്റെ കൂടെ എപ്പോഴും ഞങ്ങൾ ഉണ്ടായിരുന്നില്ലേ? പിന്നെ എപ്പോഴാ? അതൊരിക്കൽ. എടാ, നിങ്ങളത് വിട്. എബി, ഞങ്ങളുടെ ഡിപ്പാർട്ട്മെന്റ് എവിടാ? ആ, ബെസ്റ്റ്. അപ്പൊ ഇതുവരെ ക്ലാസ് ഒന്നും കണ്ടു പിടിച്ചില്ലേ? നടക്ക്, ദേ അങ്ങോട്ടാ. എന്ത് രസമാ ആളെ കാണാനായിട്ട്. ഇത്രയും ഭംഗിയുള്ള മനുഷ്യനോ? കോളേജിൽ നിന്ന് 2 വർഷം മുമ്പ് പഠിച്ചിറങ്ങിയതാന്ന് പറഞ്ഞാ ഇനി ഒരിക്കലും കാണാൻ ഒരു വഴിയുമില്ലേ? ഇനി എങ്ങനെയാ ഒന്ന്? ആ, അവൻ വന്നു കാണും. പോയി നോക്കാം, എന്തെങ്കിലുമൊക്കെ കിട്ടാതിരിക്കില്ല. എടോ, ശക്തി എവിടെ പോയി? ഞാൻ അവനെ കണ്ടില്ലല്ലോ ഇന്ന്. അല്ലെങ്കിൽ ഈ സമയം ഇതിൽ കൂടെ ഓടി നടക്കേണ്ടതല്ലേ? ഇന്ന് എന്തു പറ്റി? ക്ലാസ് കഴിഞ്ഞ് വന്നതും കയറി കിടന്ന് ഉറങ്ങിയോ? എന്റെ ചൂണേട്ടാ, എനിക്കൊന്നും അറിയത്തില്ല. ഇന്ന് വന്നതും അവൻ ആ റൂമിന്റെ ഉള്ളിൽ കയറി ഇരിക്കാൻ തുടങ്ങിയതാ. എന്നോട് പോലും ഒന്നും സംസാരിച്ചിട്ടില്ല. കഴിക്കാൻ വിളിച്ചിട്ടാണെങ്കിൽ വരുന്നുമില്ല. അതെന്തു പറ്റി? ശക്തിയുടെ കാര്യം തന്നെയല്ലേ താൻ ഈ പറയുന്നത്? അവൻ സാധാരണ ഒരു ദിവസത്തെ മൊത്തം കാര്യങ്ങളും നമ്മളോടൊന്ന് പറയാറുള്ളതാണല്ലോ. ഇന്നൊന്നും മിണ്ടിയില്ലേ? അവന്റെ കാര്യം തന്നെ പറഞ്ഞേ. മൂത്ത തുറന്നാണെങ്കിലോ ഇത്ര നേരമായിട്ട് വീട്ടിൽ വന്ന് കേറിയിട്ടുമില്ല. അല്ലെങ്കിൽ ഇതിന് അവന്മാരെ പറഞ്ഞിട്ട് എന്താ കാര്യം? നിങ്ങളെ പറഞ്ഞാ മതിയല്ലോ. അങ്ങ് വഷളാക്കി വെച്ചേക്കുമല്ലേ 2 ഇതിലിപ്പോ ഞാനെന്ത് ചെയ്യാനോ? അവന്മാർ രണ്ടുമല്ലേ ഓരോന്ന് കാണിക്കുന്നേ. അവന്മാർ എന്ത് കാണിച്ചാലും തന്റെ വായിന്ന് വഴക്ക് കിട്ടുന്ന എനിക്കാ. അതെ, നിങ്ങൾ തന്നെയാ. എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾ അവരോട് സ്ട്രിക്റ്റ് ആയിട്ട് സംസാരിക്കോ? ഇവിടെ എപ്പോഴും ഫ്രണ്ട്സിനെ പോലെ ആണല്ലോ അപ്പനും മക്കളും. അയ്യോ അമ്മ, എന്താ അച്ഛൻ എന്തോ ഒരുത്തക്കേട് കാണിച്ചിട്ടാ അമ്മ ഇന്ന് ഇങ്ങനെ ചീത്ത പറയുന്നേ? ആഹാ, ഇതാരാ? എന്റെ പൊന്നുമോനും കൊണ്ട് ഇറങ്ങിയോ? നീയൊക്കെ ഓരോന്ന് കാണിച്ചു കൂട്ടുന്നതന്നെയാടാ എന്റെ അമ്മേന്റെ വായിന്ന് ഞാനിങ്ങനെ കേൾക്കുന്നേ. ഞാനെന്ത് കാണിച്ച്? എന്താ അമ്മ, എന്താ പ്രശ്നം? ശക്തി, എന്തായിരുന്നു ഇത്രയും നേരം നിനക്ക് റൂമിൽ പരിപാടി? അതെനിക്കിന്ന് ഭയങ്കര തലവേദന അമ്മ. കോളേജിലെ ഫസ്റ്റ് ഡേ ആയിരുന്നില്ലേ, കൊറേ നേരം വെയിലും കൊണ്ടു, അതിന്റെ ആയിരിക്കും. കിടക്കുമായിരുന്നു ഞാൻ. തലവേദനയോ? നല്ലോണം ഉണ്ടോ മോനെ? ഇങ്ങ് വന്നേ, അമ്മ നോക്കട്ടെ. ആ, ഇപ്പൊ എങ്ങനെ ഇരിക്കുന്നത് നോക്കിക്കേ മോനെ. അത് കുറച്ച് വിക്സ് എങ്ങാൻ തേച്ചാ മതി, മാറിക്കോളും. അതൊന്നുമല്ല, ഫുഡ് കഴിക്കാത്തതിന്റെയാ. ശക്തി വന്നേ, അമ്മ ഫുഡ് എടുത്തുതരാം. ആ അമ്മ വരുവാ. ഒരു കാര്യമില്ലെങ്കിലും അച്ഛനും പോരും. അല്ല അമ്മ, അവൻ വന്നില്ലേ?
അവന്റെ വരവൊക്കെ ഇന്ന് കണക്കായിരിക്കും. ഹാഫ് ഡേ ലീവ് ആയിരുന്നല്ലോ, അതുകൊണ്ട് വർക്കൊക്കെ പെൻഡിങ് എന്ന് പറഞ്ഞ് ഇപ്പൊ വിളിച്ചിരുന്നു കുറച്ചു മുമ്പ്. ഓ, അപ്പൊ അവനിന്ന് വരില്ലേ? ശ്ശേ. അതിന് നിനക്കെന്താണാവോ ഇന്ന് ചേട്ടനെ കൊണ്ട് ഇത്ര അർജന്റ്? അല്ലെങ്കിൽ ഇതൊന്നും പതിവില്ലാത്തയാണല്ലോ. ഏയ്, എന്താ അർജന്റ് അച്ഛാ? എന്ന് ഞങ്ങള് കണ്ട് സംസാരിക്കാറുള്ളതാണല്ലോ. ഇന്ന് കണ്ടില്ല, അതാ ചോദിച്ചേ. വേറൊന്നുമല്ല. എന്നാ വന്നേ. ഇനി അവൻ വരികയാണെങ്കിലും അവനെ നോക്കിയിരിക്കൊന്നും വേണ്ട. നീ പോയി ഭക്ഷണം കഴിച്ചിട്ട് കിടന്നുറങ്ങ്, ആ തലവേദന മാറട്ടെ. ഇനിയിപ്പൊ അതല്ലാണ്ട് വേറെ എന്ത് ചെയ്യാനാ? 8:30. ഇപ്പൊ ഇറങ്ങിയ ലവന്മാര് കിടന്ന് വിളിക്കാൻ തുടങ്ങും. വേഗം പോവാ. എന്റെ ദൈവമേ, സ്കൂൾ പോലെ കോളേജും അബദ്ധം ആവരുതേ. ഡാ ശക്തി, ഇറങ്ങായോ നീ? ആ അച്ഛാ, ഇറങ്ങാ, ടൈമായി. അച്ഛനത് ലീവാണെന്നാണല്ലോ അമ്മ പറഞ്ഞേ. ഞാൻ പോട്ടെ, സംസാരിച്ചൊക്കെ സമയമില്ല. മോനെ നിന്നെ, അച്ഛൻ നിനക്കൊരു ഫയൽ തരാം. അതൊന്ന് അച്ഛന്റെ ഫ്രണ്ടില്ലേ പ്രസാദങ്ങള്, അവന്റെ വീടിന് മുന്നിലൂടെ അല്ലേ നീ പോകുന്നത്? അപ്പൊ അവിടെ കയറിയിട്ടൊന്ന് കൊടുക്കണം. ഫയലോ? അത് ശരിയാവില്ല അച്ഛാ. ഇപ്പൊ തന്നെ 8:30 അവിടെ പോയാൽ ഞാൻ ക്ലാസ്സിലെത്താൻ ഒരുപാട് ലേറ്റ് ആവും. എടാ മോനെ, അത്ര ലേറ്റ് ആവൊന്നുമില്ല. ഞാൻ അവനോട് വിളിച്ച് പറഞ്ഞേക്കാം ഗേറ്റിൽ നിൽക്കാൻ. അപ്പൊ നീ ഫയല് കൊടുത്തിട്ട് വേഗം പോയാ മതി. അച്ഛാ, ലേറ്റ് ആവും. അല്ലെങ്കിൽ പിന്നെ അവനോട് പറ, അവനല്ലേ ഇതൊക്കെ ചെയ്യാറ്. എടാ അവനിന്ന് നേരത്തെ പോയടാ, അതുകൊണ്ടല്ലേ ഇന്നലെ വന്നു കയറിയതേ പാതിരായിക്കാം. എന്നിട്ടും ഇന്ന് രാവിലെ നേരത്തെ എണീറ്റ് പോയി. അപ്പൊ ഞാൻ ഇതിന്റെ കാര്യം വിട്ടുപോയി. മോനച്ഛന്റെ മുത്തല്ലേ, ഇതിപ്പോ അവിടെ എത്തിക്കാൻ എന്താ ഇത്ര പാട്? കുറച്ച് സമയമല്ലേ ഉള്ളൂ. നിക്ക്, ഞാൻ വേഗം പോയി ആ ഫയൽ എടുത്തിട്ട് വരാം. ഒരു 2 മിനിറ്റ്. എന്നാ ഇങ്ങ എടുക്ക്. ഈ അച്ഛൻ. എടാ, ഇപ്പൊ തന്നെ കൊറേ ടൈമായി. നീ ഇനി ഇവിടെ നിക്കണ്ട. ചെല്ല്, ഓഫീസിലെത്താൻ ലേറ്റ് ആവും. ആടാ, ഞാൻ ഇറങ്ങോ. പിന്നെ ശിവ, നീ കുറെ നേരം മ്യൂസിക് ഇൻസ്ട്രുമെന്റ്സ് വെച്ചോണ്ടിരിക്കാതെ കുറച്ചു നേരം പോയി കിടന്ന് ഉറങ്ങ് കേട്ടോ. നിനക്ക് നല്ല ഉറക്കക്കുറവുണ്ട്. ആടാ, ഞാൻ ഉറങ്ങിക്കോളാം. നീ ചെല്ല്. നിങ്ങളുടെ സംസാരം ഇതുവരെ തീർന്നില്ലേ? ഞാൻ വിചാരിച്ചു അശ്വമോ പോയി കാണുമെന്ന്. ആങ്കിളെ, ഞാൻ ഇറങ്ങുവാ. ദേ, ഇവനോട് പറയായിരുന്നു കുറച്ചു നേരം പോയി കിടന്ന് ഉറങ്ങാൻ. അത് മോനെന്നല്ല, ആര് പറഞ്ഞാലും അവൻ കേൾക്കില്ല. അവന് മ്യൂസിക് ആണല്ലോ ജീവിതം. അപ്പൊ പിന്നെ അത് നോക്കണ്ടേ? അച്ഛാ, ഇപ്പൊ അച്ഛനാ സംസാരിച്ച് അവന്റെ ടൈം കൂടെ ലേറ്റ് ആക്കുന്നേ. അശ്വിനെ, നീ പോയേ? ഓ, ആയിക്കോട്ടെ, ഞാനിന്ന് അങ്ങ് പോയേക്കാ. അല്ല, അങ്കിൾ ഇന്ന് പോകുന്നില്ലേ? ലീവാണോ? ഹാഫ് ഡേ ലീവാ മോനെ. കുറച്ച് പേപ്പർ വർക്ക്സ് ഉണ്ട്, അത് ഇവിടെ ഇരുന്ന് ചെയ്തിട്ട് ഓഫീസിലേക്ക് പോവാന്ന് വിചാരിച്ചു. അല്ല, അശ്വിൻ ഇറങ്ങുമല്ലേ? ഒരു മിനിറ്റ്. അച്ഛൻ ഇപ്പൊ വരും. നിന്നോടെന്തോ കമ്പനിക്കാര് സംസാരിക്കാനാ. എനിക്കിതിലൊന്നും വലിയ ഇൻട്രസ്റ്റ് ഇല്ല. നിങ്ങളെന്നാ സംസാരിച്ചോ, ഞാൻ റൂമിൽ പോവാ. ഓ, കമ്പനിക്കാര്. ശിവ, ശ്രദ്ധിച്ചു പോണേ. ഇവിടെ ആരെയും കാണുന്നില്ലല്ലോ. അങ്കിള് ഗേറ്റിലുണ്ടാവെന്ന് പറഞ്ഞിട്ട് അവിടെ ഒരു പൂച്ചക്കുട്ടി പോലും ഇല്ല. അതാ ഇങ്ങോട്ട് വന്നെ. അപ്പൊ ഇവിടെ ആരുമില്ല. ഈ വാതിലൊക്കെ തുറന്നിട്ടിട്ട് ഇവിടെയുള്ളവരൊക്കെ ഇത് എവിടെ പോയി കിടക്കുക? ഇനി അച്ഛൻ വിളിച്ച് പറഞ്ഞു കാണില്ലേ? ഓ, ഒരു ഫയല്. ഇതിവിടെ വല്ലതും വെച്ചിട്ട് പോയാലോ? ഇപ്പൊ തന്നെ ലേറ്റാ. അവന്മാരാണെങ്കിൽ വിളിച്ചുകൊണ്ടിരിക്കുക. ആ, ഫയൽ ഇവിടെ തന്നെ വെക്കാം. അച്ഛനോട് അങ്കിളിനെ വിളിച്ച് പറയാം. അതേ ഇപ്പൊ നടക്കൂ. പിയാനോന്ന് സൗണ്ടല്ലേ കേക്കുന്നേ? ഇനി ഇവിടെ ആരെങ്കിലും ഒക്കെ ഉണ്ടോ? പോയി നോക്കണോ? ഓ, സമയം പോയിക്കൊണ്ടിരിക്ക. ഇനിയിപ്പോ പറഞ്ഞിട്ട് പോയില്ലെന്ന് പറയില്ലേ? പോയി നോക്കാം. ഇതെവിടെയാ ഇത്? ശിവ, എന്റെ പൊന്നോ, ഇയാള് കൈവെക്കുന്ന എല്ലാം നൈസാണല്ലോ. ഓ ഷിറ്റ്, ഫോൺ. ഇതാരാ? അത് ഞാനാ, ശക്തി. ശക്തിയോ? ഏത് ശക്തി? അത് പിന്നെ ഇന്നലെ നമ്മള് കോളേജിൽ വെച്ച് സംസാരിച്ചിരുന്നു. അപ്പോ എന്നോട് പേര് ചോദിച്ചില്ലേ? അപ്പൊ ഞാൻ പറഞ്ഞു ശക്തി. താനെന്താ ഇവിടെ? എന്ത് വേണം? ഇത്
ശിവ ശിവയുടെ വീടാണോ? അപ്പൊ താൻ വീട് പോലും അറിയണ്ടാണോ ഇങ്ങോട്ട് കയറി വന്നിരിക്കുന്നേ? അല്ല, ഞാൻ അച്ഛൻ പറഞ്ഞിട്ട് പ്രസാദങ്ങള് അങ്ങളിനെ കാണാൻ വേണ്ടി വന്നതാ. ഇതെന്താ ഇവിടെ ഒരു സംസാരം? ഞാൻ വിചാരിച്ചു അശ്വൻ പോയിട്ട് തിരിച്ചു വന്നെന്ന്. ആഹാ, ഇതാരാ? അങ്കിളെ, ഞാൻ അച്ഛൻ പറഞ്ഞിട്ട് വന്നതാ. അച്ഛൻ അങ്കിളിനെ വിളിച്ചു പറയാന്ന് പറഞ്ഞു. ഫയല്. ആ ശക്തി, നീ അങ്ങ് വളർന്നു പോയല്ലോടെ മോനെ. ഞാൻ നിന്നെ കൊച്ചിലേയും കണ്ട് കണ്ടതാ. അല്ല, ഫയൽ എവിടെ? നീ അത് തന്നിട്ട് കോളേജിൽ പോകുന്നാണല്ലോ പറഞ്ഞ്. ഫയല് ഞാൻ ഇങ്ങോട്ട് കയറി വന്നപ്പോ താഴെ ടേബിളിന്റെ മുകളില്. അങ്കിള് വാ, ഞാൻ എടുത്തു തരാം. ഇത് കഴിഞ്ഞിട്ട് കോളേജിൽ പോണം. ആ എന്നാ വാ. പിന്നെ ഇത് അങ്കിളുടെ മോനാ, ശിവ. എനിക്കറിയാം. എന്നാ പോക്കോട്ടെ ശിവ. ഐ മീൻ ചേട്ടാ. നീ ഇത് എന്തുവാടാ ഈ പറയുന്നേ? നിന്റെ പറച്ചിൽ കേട്ടതൊന്നും നിന്റെ ചേട്ടൻ ഞങ്ങളുടെ കൂടെയാണ്. നിന്റെ ചേട്ടൻ നിന്റെ വീട്ടിലല്ലേ ഉള്ളേ, എന്നിട്ട് കണ്ട് സംസാരിക്കാൻ പറ്റുന്നില്ലെന്നോ? എടാ, ഞങ്ങളൊരു വീട്ടിലൊക്കെ തന്നെയാ. പക്ഷെ ആദ്യമൊക്കെ ഞങ്ങൾ സംസാരിക്കുമായിരുന്നു. ഇപ്പൊ കണ്ട് സംസാരിച്ചിട്ട് 2 ദിവസമായി. അതല്ലേ നിന്നോടൊക്കെ ഞാൻ ഈ പറയുന്നേ. എടാ കോപ്പെ, അതെനിക്ക് മനസ്സിലായി. പക്ഷെ നിന്റെ ചേട്ടൻ ജോബൊക്കെ കഴിഞ്ഞിട്ട് രാത്രി ലേറ്റ് ആയിട്ടല്ലേ വീട്ടിൽ വരത്തുള്ളൂ. അപ്പൊ കണ്ട് സംസാരിക്കാൻ പറ്റാത്ത നീ എന്തിനാണ് രാവിലെ കോളേജിലോട്ട് വൈകി വരുന്നേ? എടാ, ഇനി ഇന്നത്തെ കാര്യം ഞാൻ നിന്നോടൊക്കെ പറഞ്ഞില്ലേ, അത് വേറൊരു അത്യാവശ്യം. പക്ഷെ എനിക്ക് ചേട്ടനെ കണ്ട് സംസാരിക്കണം. നീ സംസാരിച്ചോ, അതിനെന്താ, നിന്റെ ചേട്ടനല്ലേ. പക്ഷെ നീ നാളെ രാവിലെ ലേറ്റ് ആയേ വരുള്ളൂ എന്ന് ഇന്ന് തന്നെ വിളിച്ച് പറയുന്നതിന്റെ ആവശ്യം എന്താ? ആ കാര്യം പറയടാ. അതെനിക്കൊരു ആവശ്യമുണ്ട്. ഞാനൊന്ന് മുൻകൂട്ടി പറഞ്ഞെന്നേ ഉള്ളൂ. അല്ലെങ്കിൽ ഇന്നത്തെ പോലെ നീ ഒന്നും എന്നെ വിളിക്കാൻ നിക്കണ്ടല്ലോ. അതുകൊണ്ട് പറഞ്ഞാടാ. ശരി, എന്നാ നാളെ ഞാൻ ലേറ്റ് ആയേ വരൂ. എന്നാലും ആ കാര്യം എന്താന്ന് മാത്രം പറയരുത്. ഓ, എന്തേലും കാണിക്ക്. ശരി എന്നാ. ഇവനോടൊക്കെ വിളിച്ചു പറയാൻ പോയ എന്നെ പറഞ്ഞാ മതിയല്ലോ. ഇതെന്താണ്, ഇവനെന്താ വരാത്തെ? ഡാ, എന്താ ഒരു കള്ളത്തരം? നാളെ എന്താ ലേറ്റ് ആയിട്ടേ വരുള്ളൂ എന്ന് സൂര്യനോട് വിളിച്ചു പറഞ്ഞേ? എവിടെ പോവാ രാവിലെ തന്നെ? അമ്മ അത് കേട്ടോ? ഏയ്, എന്ത് കള്ളത്തരം? ഞാനത് അവനോട് വെറുതെ പറഞ്ഞതാ. വേറൊരു കാര്യം ചോദിക്കട്ടെ, ഇപ്പൊ എന്താ അനിയന് ചേട്ടനോട് കുറച്ച് സ്നേഹം കൂടുതല്? കണ്ടിട്ട് 2 ദിവസമായി സംസാരിക്കണോന്നൊക്കെ പറയുന്നുണ്ടായിരുന്നല്ലോ. എന്താ ശക്തി ഇത്രയും അവനെ കൊണ്ടുള്ള ആവശ്യം? അതൊന്നുമില്ല അമ്മ. ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ കണ്ടിട്ട് കുറെ ആയെന്ന്. അതുകൊണ്ട് പറഞ്ഞതാ. അല്ലാണ്ട് എനിക്ക് അവനോട് സ്നേഹമൊക്കെ ഉണ്ട്. അതല്ലേലും അങ്ങനെ ആയിരിക്കും. കൺമുന്നിൽ ഫുൾ ടൈം ഉണ്ടാവുമ്പോ ഏത് നേരം നോക്കിയാലും അടി. ഇപ്പൊ കാണാതിരുന്നപ്പോ അപ്പോഴേ മനസ്സിലാവൂ. ഇതെന്താ ഇത്? അമ്മയും മോനും കൂടെ ഭയങ്കര സീരിയസ് ടോക്കാണല്ലോ. അച്ഛനോടുകൂടെ പറയടാ. ആ അച്ഛാ, ഇനി അതുപോലത്തെ വല്ല ഫയലും ഉണ്ടോ നമ്മുടെ പ്രസാദങ്ങളുടെ കൊടുക്കാനായിട്ട്? ഏയ് ഇനിയില്ല, അത് ഒരെണ്ണം തന്നെ ഉള്ളൂ. ആ ഇനി വല്ലതൊക്കെ ഉണ്ടെങ്കിലേ ഞാൻ എന്റെ മൂത്ത മോനെ കൊണ്ട് കൊടുപ്പിച്ചോളാം. നിന്റെ അടുത്ത് ഞാൻ എത്ര കെഞ്ചിട്ടാ നീ അതും കൊണ്ട് ഇവിടുന്ന് പോയത്. അത് വേണ്ട. ഇനി അങ്ങനെ എന്തെങ്കിലും ഫയൽ ഉണ്ടെങ്കിൽ അച്ഛൻ എന്റെ തന്നെ തന്നാ മതി. ഞാൻ കൊണ്ട് കൊടുത്തോളാം. എന്നാലും ഞാൻ എന്താ കാണാൻ അങ്ങോട്ട് ലേറ്റ് ആയി പോയത് എന്നാ ഞാൻ ഇപ്പൊ ആലോചിക്കുന്നത്. ആരെ? അങ്കിളിനെയോ? അതിനവനെ നിനക്ക് അത്ര അങ്ങോട്ട് പിടിച്ചോ ഇന്നൊരു ദിവസം കണ്ടപ്പോഴേക്ക്? ആ, അങ്കിളിനോട് നല്ല സ്നേഹ അച്ഛാ. പിന്നെ അങ്കിളുടെ ഭാര്യ ആന്റീനെ ഞാൻ കണ്ടില്ലല്ലോ അങ്ങോട്ട് പോയപ്പോ. ആന്റി ഇപ്പൊ ഇല്ല. അമ്മയുടെ ഫ്രണ്ടായിരുന്നു പ്രിയ. 4-5 വർഷം മുമ്പ് ഒരു ആക്സിഡന്റില്. ഓ, അങ്കിളിനൊരു മോനുണ്ടല്ലേ? ഞാൻ സംസാരിച്ചിരുന്നു. ശിവ, നീ അവൻ ഇതിനു മുമ്പ് കണ്ടിട്ടില്ലല്ലോ. അവന് കണ്ണ് കാണില്ല. എനിക്കറിയാം. ആളെ കാണാൻ എന്ത് രസാന്നറിയോ അച്ഛാ. മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ എന്ത് നന്നായിട്ടാന്നറിയോ ഹാൻഡിൽ ചെയ്യുന്നേ. പോരാത്തതിന് പാട്ടും പാടും. ഉയ്യോ, ഒരു ഭയങ്കര സംഭവമാട്ടോ ആള്. അതൊക്കെ നീ ആദ്യമായിട്ട് കാണുന്നോണ്ട് തോന്നുന്നതാ. പിന്നെ എന്തൊക്കെയാ കോളേജിലെ വിശേഷങ്ങള്? പറഞ്ഞേ കേക്കട്ടെ. ഇത് ഹാളല്ലേ? ഇന്നലെ ഞാൻ ഇതിലെ കൂടെ തന്നെയാണല്ലോ വന്നേ. അപ്പൊ ഈ ഹാളൊന്നും കണ്ടില്ലല്ലോ. ഇതെന്ത് പെട്ടെന്നുണ്ടായതാണോ? ഇതാരായി വന്നിരിക്കുന്നേ? ഇന്നെന്താ മോനെ, വേറെ എന്തെങ്കിലും ഫയൽ തരാനുണ്ടോ? നിന്റെ അച്ഛൻ എന്നോടൊന്നും പറഞ്ഞില്ലല്ലോ. ഇന്ന് ഫയലൊന്നുമില്ല അങ്കിളെ. ഞാൻ ഈ വഴി കോളേജിൽ പോയപ്പോ ഒന്ന് ഇങ്ങോട്ട് കേറിയതാ. അങ്കിളിൽ നിന്ന് കണ്ടിട്ട് വന്ന് വിചാരിച്ചു. ആണോ? ഞാനിപ്പോ ഓഫീസിലേക്ക് ഇറങ്ങാൻ നിക്കുവാണല്ലോടാ. ഓ, ആണോ? ആ മോനെ, ഇപ്പൊ മോനോട് സംസാരിക്കാൻ എനിക്ക് തീരെ സമയമില്ല. ഓഫീസിലേക്ക് പോയിട്ട് ഒരു അത്യാവശ്യമുണ്ട്. ഏതായാലും മോൻ ഇങ്ങോട്ടേക്കായിട്ട് വന്നല്ലേ. റൂമിൽ ശിവയുണ്ട്, അങ്ങോട്ട് ചെല്ല്. അവനോട് കുറച്ചു നേരം സംസാരിച്ചിട്ടൊക്കെ പോയാൽ മതി. അല്ല, അങ്ങനെയാണെങ്കിൽ തന്നെ മോന് കോളേജിൽ പോണ്ടേ? അത് കുഴപ്പമില്ല അങ്കിളെ, എനിക്ക് തിരക്കില്ല. എന്നാ അങ്കിള് ചെല്ല്. ഇനി ഓഫീസിലെത്താൻ ലേറ്റ് ആവണ്ട. ഞാൻ ശിവനെ കണ്ടിട്ട് പോയിക്കോളാം. ശരി മോനെ, ഇനി ഒരു ദിവസം അങ്കിൾ ഇവിടെ ലീവ് എടുത്തിരിക്കുമ്പോ മോനോട് പറയാട്ടോ. അന്ന് വരണം. അപ്പൊ നമുക്ക് കുറെ നേരം സംസാരിക്കാം. ശരി അങ്കിളെ, ഞാൻ വരാം.
ഇനി അങ്കിളിന്റെ മോൻ എവിടാണോ എന്തോ. അങ്കിളിനോട് പറയാൻ പറ്റുമോ ഞാൻ മോനെ കാണാനായിട്ടാ വന്നേന്ന്. ആ ഇപ്പൊ എനിക്ക് റൂം അറിയാലോ, അങ്ങോട്ട് പോവാ. வார்த்தை தேவையில்லை வாழும் காலம் வரை பார்வை பார்வை மொழி பேசுதே. അതെന്താ നിർത്തിയേ? ബാക്കിയോടെ പാട്, നല്ലതായിരുന്നല്ലോ. ഓ ഞാൻ ആരാണെന്നാ? ശക്തി. ശക്തി, നീ എന്താ ഇവിടെ? നിനക്കിന്ന് കോളേജിൽ പോണ്ടേ? പോണം, പക്ഷേ ഞാനിന്ന് വൈകിയാ പോകുന്നത്. അതാ ഇങ്ങോട്ട് വന്നേ. എന്തിന്? ഇവിടെ എന്താ? ഓ, ഇന്നും അച്ഛന് വല്ല ഫയലും കൊടുക്കാൻ വന്നതാണോ? അതൊന്നുമല്ല, ഞാനിവിടെ ഒരാളെ കാണാൻ വന്നതാ. ശക്തിയുടെ ആ ചോദ്യത്തിന് ശിവയുടെ സൈഡിൽ നിന്ന് മറുപടി ഒന്നും ഉണ്ടായിരുന്നില്ല. ശിവപതിയെ അവന്റെ പിയാനോയുടെ അരികിലേക്ക് നടന്നു. അതെന്താ, ഞാൻ പറഞ്ഞത് കേട്ടില്ലേ? ഒന്നും മിണ്ടാതെ പോയെ. ശിവ, എന്താ പിയാനോ വായിക്കാൻ പോവാണോ? അല്ല. ഓ, ശിവ വായിക്കുന്നത് കേൾക്കാൻ നല്ല രസമാ. പിന്നെ പാട്ടും. ശിവ ഇതിനു മുമ്പ് പാട്ട് പഠിച്ചിട്ടുണ്ടോ? ഇല്ല, പിയാനോ മാത്രം കുറച്ച് പഠിച്ചിട്ടുണ്ട്. ആണോ? പക്ഷേ ശിവയുടെ പാട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു. ആ സ്റ്റേജിൽ വെച്ച് ശിവയെ കാണാൻ ഒരു പ്രത്യേക ഭംഗിയുണ്ടായിരുന്നു. ഞാൻ ആദ്യമായിട്ടാ ഒരാളെ ഇങ്ങനെ ശ്രദ്ധിക്കുന്നത്. താനെന്താ എന്നെ ഇങ്ങനെ നോക്കുന്നേ? അതെങ്ങനെ കണ്ടു? എന്താ, ഞാൻ ചോദിച്ചത് കേട്ടില്ലേ? ആ കേട്ടു. ഞാൻ ശിവയുടെ ആ കണ്ണുകളാ നോക്കിയത്. എന്ത് മനോഹര അത്. താൻ ഈ കാണുന്ന മനോഹാരിത മാത്രമേ അതിനുള്ളൂ ശക്തി. പുറത്തുള്ള മറ്റു മനോഹരമായ കാഴ്ചകൾ ഒന്നും തന്നെ എന്നെ കാണിക്കാൻ അതിന് കഴിയില്ല. അതിനുള്ള ഭാഗ്യവും എനിക്കില്ല. അറിയാം, പക്ഷേ എന്നും പറഞ്ഞ് ശിവ ഒരിക്കലും തന്റെ മനസ്സിന്റെ മനോഹാരിതയെ കാണാതിരിക്കരുത്. തന്റെയും തനിക്കിപ്പോ ഉള്ള ഈ കഴിവുകളൊന്നും തന്നെ പുറത്തെ ഭംഗി ആസ്വദിക്കുന്നവർക്കുണ്ടായിരിക്കണമെന്നില്ല. അങ്ങനെ വെച്ച് നോക്കുമ്പോ ശിവക്കെന്താ ഭാഗ്യത്തിന് കുറവ്? ശക്തി അത് പറഞ്ഞപ്പോ ശിവയൊന്നും തിരിച്ചു പറഞ്ഞില്ല. പകരം അവന്റെ മുഖത്ത് ചെറുതായൊരു പുഞ്ചിരി വിടർന്നു. ഒപ്പം ശക്തിയുടെയും. പിന്നീട് അങ്ങോട്ട് ശക്തിയുടെ അങ്ങോട്ടുള്ള വരവ് സ്ഥിരമായി. അവനെന്തോ ശിവയെ കാണാതിരിക്കാനേ കഴിയില്ല എന്ന രീതിയിലായിരുന്നു. അതുകൊണ്ട് തന്നെ ചില ദിവസങ്ങളിൽ കോളേജിൽ പോലും പോകാൻ കൂട്ടാക്കാതെ ശക്തി ശിവയുടെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. ഇടയ്ക്കെപ്പോഴോ ശിവയും ശക്തിയുടെ ആ വരവിനെ ഇഷ്ടപ്പെട്ടു തുടങ്ങി. അങ്കിളിപ്പോ ഇറങ്ങുന്നേ ഉള്ളോ? ഇതിപ്പോ കുറെ സമയമല്ലോ, ഇന്നെന്താ ലേറ്റ്? ശക്തി, ഞാൻ വിചാരിച്ചിരിക്കുവായിരുന്നു നിന്നെ ഇന്ന് കണ്ടില്ലല്ലോ എന്ന്. ഇന്ന് സൺഡേ ആണല്ലോ അല്ലേ പറഞ്ഞ പോലെ. ഇവിടെ ഒരാൾ ഉണ്ടായിരുന്നു, അതാ ഞാൻ ഇറങ്ങാൻ ലേറ്റ് ആയേ. എന്തായാലും പോവാതെ പറ്റില്ല. മോൻ ചെല്ല്, ശിവ റൂമിലുണ്ട്. ഇവിടെ ആരുണ്ടായിരുന്നു? അങ്കിളുടെ വല്ല ഫ്രണ്ട്സും ആയിരിക്കോ? ആ, അവര് ചിലപ്പോ പോയതുകൊണ്ടായിരിക്കും അങ്കിള് ഇറങ്ങാൻ ലേറ്റ് ആയത്. ശിവ, ഞാൻ പോണോ? ഞാൻ കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് പോവാ. അതിന് ഞാനിപ്പോ നിന്നെ ഇവിടെ നിന്ന് ഇറക്കി വിട്ടിട്ടൊന്നുമില്ലല്ലോ. നീ തന്നെയല്ലേ എന്നോട് പറഞ്ഞ് എന്തോ മീറ്റിംഗ് ഉണ്ടെന്ന്. ചെല്ല്. ഇതാരാ? അത് ശരിയാ, പക്ഷെ എനിക്കിപ്പോ പോവാൻ തോന്നില്ല. കുറച്ചുകൂടെ കഴിഞ്ഞിട്ട്. ഹാ, ഇതാരാ? എടോ, താനാരാ? എന്താ ഇവിടെ? ആര്? ഞാൻ പ്രസാദങ്ങളെ കാണാൻ വേണ്ടി വന്നതാ. ശക്തി, ഇതെന്താ ഇപ്പോ? ഞാൻ നിന്നെ. ശിവയ്ക്ക് അറിയാവുന്ന ആളാണോ? ഇതാരാ? ഫ്രണ്ടാ? എന്നിട്ടെന്താ ഈ ഫ്രണ്ടിനെ പറ്റി ശിവ എന്നോട് പറയാതിരുന്നേ? ഓ, അപ്പൊ ശിവയുടെ എല്ലാ ഫ്രണ്ട്സിനെ ഇയാൾക്ക് അറിയോ? അത്യാവശ്യം. ഇയാളെ മാത്രമേ ഇപ്പൊ അറിയാത്തതായിട്ടുള്ളൂ. കാര്യം ശിവ എങ്ങനെ ആരോടും ഓവർ ക്ലോസ് ആവാറില്ല, അതുകൊണ്ട് പറഞ്ഞതാ. ഏയ് ദേവു, നീ പോവാനായിട്ട് ഇറങ്ങിയതല്ലേ? ചെല്ല്. ആ ശിവ, ഞാൻ ഇറങ്ങാം, പിന്നെ വരാം. പിന്നെ വരാന്നോ? എന്തിന്? അപ്പൊ ഇവള് എന്നും വരാറുണ്ടോ? എന്നുമില്ല, ഇടയ്ക്ക്. എന്തേ? ഓ, എന്തിന്? ഇവളെന്തിനാ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങോട്ട് കയറി വരുന്നേ? അതിനു മാത്രൊക്കെ ഇവളാരാ ശിവേന്റെ? അതാരെങ്കിലും ഒക്കെ ആവട്ടെ. നീ എന്തിനാ ശക്തി കുറച്ചും അവളോട് റൂഡായിട്ട് ബിഹേവ് ചെയ്തേ? റൂഡായിട്ട് ബിഹേവ് ചെയ്തോ? ഞാനോ? ഇല്ലല്ലോ, അത് ഞാൻ സാധാ പോലെ ചോദിച്ചതാ. ഓ, അപ്പോ ആ ടോണിലാണോ ശക്തി ഇപ്പോ എന്നോട് സംസാരിക്കുന്നത്? അതെനിക്ക്
ഓരോരുത്തരോട് ഓരോ ടൂണാ. അല്ലെങ്കിലും ശിവ എന്തിനാ ഇപ്പൊ ഇതൊക്കെ ചോദിക്കുന്നത്? വെറുതെ. അപ്പൊ നീ എന്നോടും അവളോടും സംസാരിച്ചത് ഒരേ ടോണിൽ തന്നെയായിരുന്നല്ലേ? എനിക്ക് കേട്ടിട്ട് മനസ്സിലാവാത്തതായിരിക്കും. അല്ല, ഞാൻ വന്നു കയറിയപ്പോ അവൾ ഇവിടെ കണ്ടത് എനിക്ക് തീരെ അങ്ങോട്ട് പിടിച്ചില്ല. അതുകൊണ്ട് തന്നെയാ ഞാൻ അങ്ങനെ സംസാരിച്ചേ. എന്തുകൊണ്ട്? എന്തുകൊണ്ടെന്നൊക്കെ ചോദിച്ചാ എനിക്ക് ഇഷ്ടമല്ല, അത്ര തന്നെ. അല്ലെങ്കിലും ഞാൻ എന്തിനാ ഇതൊക്കെ തന്നോട് പറയുന്നേ? തനിക്കിതൊന്നും മനസ്സിലാവില്ലല്ലോ. എന്താ ശക്തി ഞാൻ മനസ്സിലാക്കേണ്ടത്? പറ. നീ കാണിക്കുന്നതിൽ നിന്നൊക്കെ ഞാൻ എന്താ മനസ്സിലാക്കാൻ ശ്രമിക്കേണ്ടത്? എനിക്കറിയില്ല ശിവ, പക്ഷെ എനിക്കതൊന്നും ഇഷ്ടമാവുന്നില്ല. ശക്തി, ഉം. ക്യാൻ ഐ ടച്ച് യു? ശക്തിയൊന്നും പറഞ്ഞില്ല. അവന്റെ മൗനം സമ്മതമായി തോന്നിയതിനാലായിരിക്കണം. ശിവപതിയെ അവന്റെ കൈകൾ ഉയർത്തി ശക്തിയുടെ മുഖത്തൂടെ വിരലോടിച്ചു. ശക്തിക്ക് ആ സമയം വാക്കുകളൊന്നും പുറത്തേക്ക് വന്നില്ല. ശിവയുടെ ശ്രദ്ധ അവന്റെ വിരലുകളിലേക്കായിരുന്നെങ്കിൽ ശക്തിയുടെ ശ്രദ്ധ മുഴുവനും ശിവയുടെ മനോഹരമായ വിഴികളിലേക്കായിരുന്നു. അവനെ സ്റ്റക്കാക്കി നിർത്തുന്ന തരത്തിലുള്ള എന്തോ ഒരു പ്രത്യേകത ശിവയുടെ കണ്ണുകളിൽ ശക്തിക്ക് കാണാൻ കഴിഞ്ഞു. ശിവയുടെ ഓരോ ടച്ചും ശക്തിക്ക് അത്രമേൽ ഫീൽ ആകുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ശക്തിയുടെ മനസ്സിൽ ശിവയെ തടയണമെന്നുണ്ട്. പക്ഷെ ശക്തിക്ക് ശിവയുടെ കണ്ണുകളിൽ നിന്ന് നോട്ടം പിൻവലിക്കാൻ ആ സമയം കഴിഞ്ഞില്ല. ശിവ, ഹാ അച്ഛാ, അച്ഛൻ പോയിട്ട് തിരിച്ചു വന്നോ? ഞാനൊരു ഫയൽ ഇവിടെ വെച്ച് മറന്നു, അതെടുക്കാനാ വന്നേ. അപ്പോ നിന്നെ നോക്കാന്ന് വിചാരിച്ച ഇങ്ങോട്ട് കേറിയേ. അങ്കിളെ, ഞാൻ പോവാ. ചെല്ല്. അച്ഛാ, ഇവിടെയൊന്നും ഇല്ല, ഞങ്ങള് ചുമ്മാ. ശിവ, എനിക്കറിയാം ഇപ്പോ നിനക്ക് അവനോട് എന്തൊക്കെയോ തോന്നി തുടങ്ങി അല്ലേ? അത് അങ്ങനെയൊന്നുമില്ല. പക്ഷെ എവിടെയൊക്കെയോ എന്റെ മനസ്സ് കൈവിട്ടു പോകുന്നത് പോലെ. പക്ഷെ എനിക്കറിയാം അച്ഛാ, ഒരിക്കലും ഇതൊന്നും പോസിബിൾ ആകില്ല. നിന്റെ പേടി എന്താന്ന് എനിക്ക് മനസ്സിലാകുന്നുണ്ട് ശിവ. ഒന്നുമല്ലെങ്കിലും ഞാൻ നിന്റെ അച്ഛനല്ലേ. ഇനി അവന് നീ എങ്ങനെയാന്ന് ആലോചിച്ചിട്ടാണെങ്കിൽ അവന് നിന്നോട് ഒന്നുമില്ലെങ്കിൽ ഒരിക്കലും അവൻ ഈ വീട് ഇങ്ങനെ കയറി ഇറങ്ങില്ലായിരുന്നു. എന്നാലും എങ്ങനെ അച്ഛാ, അവൻ എന്നെ പോലെ ഒരാളെ? അതൊന്നും ഒരിക്കലും ശരിയാവില്ല. ഡാ ശിവ, ആ അങ്കിളും ഉണ്ടോ? അങ്കിളെന്താ ഇന്ന് പോയില്ലേ? പോയതായിരുന്നു മോനെ, പിന്നെ തിരിച്ചു വന്നു. അല്ല, അശ്വിൻ എന്താ ഈ സമയം ഇവിടെ? മോൻ ഓഫീസില്ലേ? ഞാൻ ഇന്നലെ നൈറ്റ് ഓഫീസിൽ തന്നെ ആയിരുന്നു അങ്കിളെ. ഇപ്പഴാ ഇറങ്ങുന്നേ. ഇന്ന് സൺഡേ അല്ലേ, അപ്പൊ വിചാരിച്ചു ഇവിടെ വന്ന് ഇവനൊന്ന് കണ്ടിട്ട് പോവാന്ന്. അല്ലട ശിവ, ഇപ്പൊ ആരാ ഇവിടെ നിന്ന് അങ്ങോട്ട് ഇറങ്ങി പോകുന്നാണ്ടേ? ഞാൻ ഇങ്ങോട്ട് വരുമ്പോ ഒരാള് പോകുന്നത് കണ്ടല്ലോ, നീ കണ്ടോ? എടാ, അത് അശ്വിൻ. അത് ഞാൻ പറയാം. അവിടെ നിന്ന് ഇത്രയും വേഗം ഇറങ്ങി വരണ്ടായിരുന്നു. എനിക്കാണെങ്കി ഇപ്പൊ എല്ലാം കൂടെ ഓർത്തിട്ട്. ഡാ, നിങ്ങളെന്താ ഒന്നും മിണ്ടാതെ? ഈ ഞെട്ടി കിളിപാറിയിരിക്കുന്ന ഞങ്ങൾ എന്തോ പറയാനാ? എടാ, നീ പറയുന്നത് അന്ന് കോളേജിൽ വെച്ച് കണ്ട കണ്ണു കാണാൻ പാടില്ല എന്ന് പറഞ്ഞ ചേട്ടന്റെ കാര്യം തന്നെയല്ലേ? ആ, അതൊന്നും ഒരു പ്രശ്നമായിട്ട് എനിക്ക് ഇതുവരെ തോന്നിയിട്ടില്ലടാ. പക്ഷെ ഇപ്പൊ അവിടത്തെ അവസ്ഥ എന്താന്ന് ആലോചിച്ചിട്ട് എനിക്ക് നല്ല പേടിയാവുന്നുണ്ട്. ഇനി അങ്കിള് വല്ലതും പറഞ്ഞു കാണോ? ഏയ്, ഞാൻ ആലോചിച്ചിട്ട് ഇതിന്റെ പേരിൽ പ്രശ്നം ഉണ്ടാവാനൊന്നും ചാൻസ് ഇല്ല. കാര്യം നിന്റെ മുഖത്തൊന്ന് തൊട്ടു എന്ന് പറഞ്ഞ് ഒന്നും ഉണ്ടാവാൻ പോകുന്നില്ലല്ലോ. അതുമല്ല, നിനക്ക് ആ ചേട്ടൻ ഇഷ്ടമെന്നുള്ള കാര്യം നീ ആ ചേട്ടനോട് പറഞ്ഞിട്ടില്ല എന്നല്ലേ പറഞ്ഞേ? അപ്പൊ എങ്ങനെയാടാ പ്രശ്നമാവുന്നേ? അത് ശരിയാ. എന്നാലും എടാ, ആദ്യമായിട്ട് ആ ചേട്ടനെ കണ്ടപ്പോഴേ നിനക്ക് ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ് അടിച്ചു. എന്നിട്ട് എന്താടാ ഇത്രയായിട്ടും നീ ഞങ്ങളോട് പറയാതിരുന്നേ? എടാ, ഞാൻ പലതവണ നിങ്ങളോട് പറയണോന്ന് വിചാരിച്ചതാ. പക്ഷെ ഞാനെല്ലാം വന്ന് പറയുമ്പോ നിങ്ങൾ എങ്ങനെ എടുക്കൂന്ന് ആലോചിച്ചാ ഞാനൊന്നും പറയാതിരുന്നത്. ഹാ, കൊള്ളാം. അപ്പോ നീ ഞങ്ങളെ രണ്ടുപേരെയും ഒട്ടും മനസ്സിലാക്കിയിട്ടില്ലെന്ന് വേണം ഞങ്ങൾ ഇതിൽ നിന്ന് കരുതാൻ, അല്ലേ സൂര്യ? ഫിലി, അങ്ങനെയല്ല. എന്താണേലും ഞാൻ നിങ്ങളോടൊന്ന് പറഞ്ഞേനെ എല്ലാം. അത് വിടടാ, നീ ഇത് പറ. ആളോട് നീ ഒന്നും തുറന്നു പറയുന്നില്ലേ? അതാടാ ഞാനും ആലോചിക്കുന്നത്. ഞാൻ തുറന്ന് പറഞ്ഞാലോ? പക്ഷേ ആളെങ്ങാനും എന്നെ ഇഷ്ടമല്ലെന്ന് പറഞ്ഞ? അതെങ്ങനെയാ അങ്ങനെ ഇഷ്ടമല്ല എന്ന് പറയാ? എടാ, ആൾക്ക് നിന്നോട് ഒന്നുമില്ലായിരുന്നെങ്കിൽ ആ ചേട്ടൻ നിന്നോട് അങ്ങനെ ചോദിക്കുമായിരുന്നോ? അത് ശരിയാണ്. പക്ഷെ ശക്തി, നീ ഈ കാര്യത്തില് സീരിയസ് ആയിട്ട് തന്നെയാണോ? നിങ്ങക്ക് തോന്നുന്നുണ്ടോടാ ഈ കാര്യമൊക്കെ ഞാൻ തമാശയായിട്ട് പറയുമെന്ന്? ശിവയെ പറ്റി ഒന്നും അറിയാതെയാ ആദ്യം എനിക്ക് അവനോട് അങ്ങനത്തെ ഫീലിങ്സ് ഒക്കെ വന്നത് തന്നെ. പക്ഷെ ഇപ്പൊ ഞാൻ സീരിയസാ. ശക്തി, ഞങ്ങൾ നിന്റെ ഫ്രണ്ട്സ് അല്ലേടാ. ആരൊക്കെ കൂടിയില്ലെങ്കിലും ഞങ്ങൾ ഉണ്ടാവും.
നീ ചെന്ന് ആ ചേട്ടനോട് കാര്യം തുറന്നു പറയാൻ നോക്ക്. ഇനി പറയാതിരുന്നിട്ട് ഒന്നും സംഭവിക്കണ്ട. അതൊക്കെ ഓക്കെ. അതിനു മുമ്പ് നീ തുടക്കം തൊട്ട് പറ, ഞങ്ങളൊന്ന് ശരിക്കും കേക്കട്ടെ എന്തൊക്കെയാ ഉണ്ടായെന്ന്. അവൻ ഇന്നാ ഞങ്ങളോട് ഇതിനെപ്പറ്റിയൊക്കെ പറയുന്നത് തന്നെ. നിങ്ങൾ രണ്ടുപേരും നല്ല ഫ്രണ്ട്സ് അല്ലേ, അതാ പറഞ്ഞേ. ഇനി ആ ചേട്ടൻ അവനെല്ലാം കൂടെ തുറന്നു പറയുമ്പോ എന്താ പറയാന്നോർത്ത് പേടിച്ച അവൻ വീട്ടിലോട്ട് പോയേക്കുന്നത്. അപ്പോ ശക്തി ശിവയെ കാണാറുണ്ടെന്ന് പറഞ്ഞതോ നിങ്ങളോടൊന്നും പറയാതെയാണോ അവൻ പോയിക്കൊണ്ടിരുന്നത്? ആ, അതെന്താന്ന് വെച്ചാ, അല്ല അശ്വിൻ എന്നെ കാണാൻ വന്നാണോ അതോ ശക്തിയെ പറ്റി ചോദിച്ച് മനസ്സിലാക്കാൻ വേണ്ടി വന്നാണോ? ഓ സൂര്യ, ഞാൻ നിന്നെ കാണാൻ വേണ്ടി തന്നെ വന്നേ. അപ്പോ നീയല്ലേ എന്നോട് ഇതൊക്കെ പറഞ്ഞ് തുടങ്ങിയത്. അപ്പൊ ഞാൻ ചോദിച്ചെന്നേ ഉള്ളൂ. ഒന്നും പറയണ്ട, എനിക്കറിയാം താൻ തന്റെ ഫ്രണ്ടിന് വേണ്ടി തന്നെ വന്നേന്ന്. അല്ലേലും എന്റെ കാര്യം ഒന്ന് നോക്കണേ, കാണാനോ കിട്ടാറില്ല. എന്നിട്ട് ഇന്നൊന്ന് കാണാന്ന് പറഞ്ഞപ്പോ ഞാൻ വിചാരിച്ചു എന്റെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യാനായിരിക്കും വന്നേന്ന്. ഏയ് സൂര്യ, പിണങ്ങാതെ. കാര്യങ്ങളൊക്കെ നിനക്കും അറിയാവുന്നതല്ലേ. ഞാൻ അത്രയും തിരക്കിലായതുകൊണ്ടാ, അല്ലാണ്ട് നിന്നെ കാണാനും സംസാരിക്കാനും എനിക്ക് ആഗ്രഹമില്ലാഞ്ഞിട്ടാണോ? പക്ഷേ അവന്മാരുടെ രണ്ടുപേരുടെ കാര്യം നോക്കാതിരിക്കാൻ എനിക്ക് പറ്റുമോടാ? രണ്ടുപേരുടെ കാര്യോ? ആരുടെയൊക്കെ? ശിവയുടെയും ശക്തിയുടെയും. സൂര്യ, നിനക്കറിയാത്തൊരു കാര്യമുണ്ട്. നമ്മുടെ കാര്യത്തില് എന്നെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്ന ശക്തിയാ. ശക്തി? അവൻ എന്റെ ഫ്രണ്ട് അല്ലേ? അശ്വിന് ശക്തിനെ എങ്ങനെ? ഈ ഒരൊറ്റ കാര്യമാ ഇതുവരെ നിന്നിൽ നിന്ന് ഞാൻ മറച്ചു വെച്ചിട്ടുള്ളത്. അതും ഞാൻ പറഞ്ഞിട്ടല്ല, അവൻ പറഞ്ഞിട്ട്. പെട്ടെന്നറിയുമ്പോ നിനക്കൊരു സർപ്രൈസ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട്. സർപ്രൈസ് ആയിക്കോട്ടെന്നോ? എങ്ങനെ? ഹാ, ഒന്ന് ക്ഷമിക്കണോ, ഞാൻ പറയാം. അതിനു മുമ്പ് വേറൊരു കാര്യം. നിന്റെ കാര്യം അല്ല, നമ്മുടെ കാര്യം അത് വീട്ടിൽ പറയാനായിട്ട് ഞാൻ പ്ലാൻ ഇടുന്നുണ്ട്. എന്താവോന്ന് എനിക്കറിയില്ല, എന്നാൽ അതിനു മുമ്പ് വേറെ കുറച്ച് കാര്യങ്ങളുണ്ട്. നീ വാ, ഞാൻ പറയാം. അശ്വിൻ, ഇതെങ്ങോട്ടാ? പറയ്. എടാ ഞാൻ പറയാം, ഒന്ന് വെയിറ്റ് ആക്ക്. അതിനു മുമ്പ് എന്റെ ചെറുക്കനിങ് വന്നേ. കൊറേ ആയില്ലേ കണ്ടിട്ട്. കൊറേ കാര്യങ്ങളുണ്ട് പറയാൻ. അവനിത് എന്തു പറ്റി? മുഖത്തിനൊക്കെ ഒരു മാറ്റം. എന്താണോ അവന് വയ്യേ? ഒന്നുമില്ലെന്നാ പറഞ്ഞേ, അവനൊന്ന് കിടക്കട്ടേന്ന്. ഹലോ അച്ഛാ, അമ്മ, ഇങ്ങനെ ഒരാൾ കൂടി ഉണ്ട് ഇവിടെ. ആഹാ, ഇതാര്? എന്റെ മൂത്ത പുത്രനോ? അതെ, ഇന്നെങ്കിലും നിങ്ങളുടെ മൂത്ത പുത്രൻ കുറച്ച് നേരത്തെ വന്നല്ലോ. അല്ലെങ്കിൽ ഇവരെ കാണാൻ പോലും കിട്ടാറില്ല. അമ്മ ഇന്ന് ഞാൻ കേറി വന്നപ്പോഴേ കലിപ്പാണോ അച്ഛാ? എന്താ ഞാൻ കുറച്ച് നേരത്തെ വന്നത് അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടില്ലേ? പിന്നെ അമ്മയ്ക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടു കാണും. എടാ ചെക്ക, നീ അല്ലേ രാവിലെ ഓഫീസിൽ നിന്ന് ഇറങ്ങിയപ്പോ പറഞ്ഞത് ഇപ്പൊ വീട്ടിലെത്തൂന്ന്. എന്നിട്ട് നീ എപ്പോഴാ കയറി വരുന്നത് ഇങ്ങോട്ട്? അത് ഞാൻ പറഞ്ഞതാ. പിന്നെ ഇന്ന് ഞായറാഴ്ചയല്ലേ, ശിവനെ ഒന്ന് കാണാലോ എന്ന് വിചാരിച്ച് അങ്ങോട്ട് പോയി. അപ്പൊ അവിടെ പ്രസാദങ്ങളും ഉണ്ടായിരുന്നു. പിന്നെ എന്തൊക്കെയോ ഞങ്ങൾ കുറച്ച് സംസാരിച്ചു നിന്ന് അങ്ങനെ സമയം പോയി. അതിനുശേഷം ഞാൻ എന്റെ ലവറിനെ ഒന്ന് കാണാൻ പോയി. അവിടെ പോയപ്പോഴാണെങ്കിൽ പരാതികൾ മാത്രം. പിന്നെ ഇപ്പോഴാ സമയം കിട്ടിയത് ഇങ്ങോട്ട് വരാനായിട്ട്. ലവറോ? ദേ ജൂണേട്ടാ, അവൻ പറയുന്നത് നോക്കിക്കേ. ആരാടാ അത്? നീ ശിവനെ കാണാൻ പോയെന്ന് പറഞ്ഞാൽ അത് ഞാൻ സമ്മതിക്കും. പക്ഷെ ഏതായി ലവർ പറഞ്ഞേ? ആഹാ, അങ്ങനെ ഒരാളൊക്കെ ഉണ്ട്. ഞാൻ പിന്നെ ഭയങ്കര സത്യസന്ധനായതുകൊണ്ട് സത്യം സത്യമായിട്ട് അങ്ങ് നിങ്ങളോട് പറഞ്ഞു. അതെന്താ നിങ്ങക്ക് പിടിച്ചില്ലേ? ഇല്ല, പിടിച്ചില്ല. ഡാ ചെറുക്ക, സത്യം പറഞ്ഞു. ആരാത്? എന്റെ അമ്മക്കുട്ടി സൂര്യ. ഞാൻ വിശദീകരിച്ച് പറയാം. പക്ഷെ എനിക്ക് എന്റെ അനിയൻ ചക്കനെ ഒന്ന് കാണണം. അവനെവിടെ? അവൻ റൂമിലുണ്ട്. ചെല്ല്. ചേട്ടനെ കാണാത്തോണ്ട് അനിയനോട് സങ്കടമൊക്കെ പറയുന്നുണ്ടായിരുന്നു. ഏതായാലും പോയിട്ടൊന്ന് സംസാരിക്കും. വല്ലപ്പോഴും അല്ലേ നീ ഇങ്ങോട്ട് വരുന്നത്. അയ്യോ, എന്നെ കാണാത്തോണ്ട് അവന് സങ്കടോ? എന്നാ അതൊന്ന് മാറ്റി കൊടുക്കണല്ലോ. അമ്മ, ഞാൻ പോയവനെ കണ്ടിട്ട് വന്നിട്ട് അമ്മയുടെ എല്ലാ സംശയവും തീർത്തു തരുന്നുണ്ട്. ഓക്കെ? കണ്ടില്ലേ ജൂണേട്ടാ, അവൻ പറഞ്ഞിട്ട് പോയത്? ഈ പിള്ളേരെ കൊണ്ട് ഇവരൊക്കെ എന്താ ഇങ്ങനെ? നമ്മളൊക്കെ ഇങ്ങനെയായിരുന്നോ? എടോ, താനിതിപ്പോ ഇത്ര സീരിയസ് ആക്കാനൊന്നും നിക്കണ്ട. നമ്മളും പ്രേമിച്ചു തന്നെയല്ലേ കെട്ടിയത്. അപ്പൊ പിന്നെ നമ്മുടെ മക്കൾ അങ്ങനെ ചെയ്യുന്നോണ്ട് എന്താ തെറ്റ്? പിന്നെ അവൻ പേര് പറഞ്ഞല്ലോ, സൂര്യ. ഇനി ആ മോനും കൂടെ എവിടാന്നൊന്ന് അന്വേഷിക്കണം. ആ മോനോ? ജൂണേട്ടാ, നിങ്ങൾ എന്താ ഈ പറയുന്നേ? എനിക്ക് തോന്നുന്നില്ല. സൂര്യ ഒരു പെൺകുട്ടിയാണ്. ശക്തിയുടെ ഒരു ഫ്രണ്ട് ഉണ്ടല്ലോ, അവന്റെ പേര് സൂര്യ എന്ന് തന്നെയാണല്ലോ. അതാ ഞാൻ അങ്ങനെ പറഞ്ഞേ. എന്റെ പൊന്നെ, ജൂണേട്ടൻ തന്നെ അല്ലേ ഇത്? ഇങ്ങേരെന്നാ ഇത്രയും സപ്പോർട്ട് ചെയ്ത് തന്നപ്പിടിയായത്? ഹോ, ഇനി എന്തൊക്കെ കാണണമെന്തോ. ഇനി ശിവയ്ക്കും എന്നെ ഇഷ്ടമായിരിക്കോ? അങ്ങനെ ആയതുകൊണ്ടാണോ എന്നെ തൊട്ടു നോക്കിക്കോട്ടെ എന്ന് ചോദിച്ചത്? ഇനി ശിവയെങ്ങാൻ എല്ലാരെയും മനസ്സിലാക്കുന്നത് ഇതുപോലെ തൊട്ടു നോക്കിയാണോ? അയ്യോ, അപ്പൊ ഞാനെങ്ങാനും പോയി ശിവന്റെ അടുത്ത് ഇഷ്ടമെന്ന് പറഞ്ഞാ എന്നെ അക്സെപ്റ്റ് ചെയ്യില്ലേ? ഡാ, എന്താണ് ഭയങ്കര ആലോചനയാണല്ലോ.
ആരെ പറ്റിയാ മോനിങ്ങനെ ആലോചിച്ച് കൂട്ടുന്നെ? എടച്ചേട്ടാ, നീ എന്താ ഇന്ന് നേരത്തെ? ഞാനിന്ന് കുറച്ച് നേരത്തെ വന്നു. ഞാനേ ചില കാര്യങ്ങളൊക്കെ അറിഞ്ഞു. അപ്പൊ പിന്നെ ഒന്ന് നിന്നെ കണ്ട് സംസാരിക്കാം എന്ന് വിചാരിച്ചു വന്നതാ. എന്തേ, മോൻ തിരക്കിലാണോ? ഏയ്, തിരക്കോ? അങ്ങനെയൊന്നുമില്ല. എന്താ? ശിവന് അറിയോ നിനക്ക്? ഏ, ശിവ? നീ കള്ളം പറഞ്ഞ ബുദ്ധിമുട്ടണ്ട. എല്ലാം അറിഞ്ഞിട്ട് തന്നെയാ ഞാൻ ഈ ചോദിക്കുന്നത്. അറിയോ നിനക്ക്? അറിയാം. എങ്ങനെ? ശക്തി, എപ്പോഴും കാണിക്കുന്നത് പോലെ ഇതും ഒരു തമാശയാണെങ്കിൽ വേണ്ട, ഇവിടെ വെച്ച് നിർത്തുന്നതാ നിനക്ക് നല്ലത്. ഞാൻ ഇതിനൊരിക്കലും സമ്മതിക്കില്ല. നീ ഇതെന്തറിഞ്ഞിട്ടായി പറയുന്നേ? എനിക്ക് ശരിക്കും ഇഷ്ടാ, അതുകൊണ്ട് തന്നെയാ. പക്ഷെ നീ പറയുന്ന ശിവയാണതെന്ന് എനിക്കറിയില്ലായിരുന്നു. ശക്തി, നീ ഇത് എന്ത് വിചാരിച്ചിട്ടാ? ഇത് നിന്റെ കുട്ടിക്കളിയല്ല. പിന്നെ അവൻ നീ വിചാരിക്കുന്നത് പോലെ ഒരാളൊന്നും അല്ല. അവനെ കാണാൻ വേണ്ടി ക്ലാസ് കട്ട് ചെയ്തു പോവാ, ക്ലാസ്സിൽ കേറാതിരിക്കുക, എന്തൊക്കെയാ ശക്തി നീ ചെയ്യുന്നേ? എടാ, അത് അന്ന് അവിടെ വെച്ച് ശിവ നിന്റെ ഫ്രണ്ടാന്ന് അറിഞ്ഞപ്പോ എനിക്ക് നിന്നോട് ചോദിക്കണമെന്നുണ്ടായിരുന്നു, ശിവയെ പറ്റി അറിയണമെന്നുണ്ടായിരുന്നു. പക്ഷെ അത് കഴിഞ്ഞിട്ട് നീ എത്ര ലേറ്റ് ആയിട്ടാ വീട്ടിൽ വന്നോണ്ടിരുന്നേ? പിന്നീട് നമ്മൾ കണ്ടിരുന്നോ? എനിക്കെല്ലാം നിന്നോട് പറയണമായിരുന്നു അശ്വിൻ. അത് കഴിഞ്ഞിട്ട് നമ്മൾ കണ്ടിട്ടില്ല. പിറ്റേന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാതെ അച്ഛൻ എനിക്ക് ആ ഫയല് തന്നത്. അതുകൊണ്ട് ഞാൻ പ്രസാദങ്ങളുടെ വീട്ടിൽ ചെന്നപ്പോഴാ ശിവ പ്രസാദങ്ങളുടെ മോനാന്ന് എനിക്ക് മനസ്സിലാവുന്നത്. പിന്നെ എനിക്ക് ശിവയെ കാണാതിരിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ടാ ഞാൻ അങ്ങനെയൊക്കെ. നിനക്കിതൊക്കെ ഇത്രയേ ഉള്ളോ? നീ നമ്മുടെ വീട്ടുകാരെ പറ്റി ആലോചിച്ചിട്ടുണ്ടോ? അവന് ഇഷ്ടമാ പോലും. നിനക്ക് ശിവയെ പറ്റി എന്തറിയാം? എനിക്കൊന്നും അറിയില്ല. പക്ഷെ ശിവയില്ലാണ്ട് എനിക്ക് പറ്റില്ല അശ്വിൻ. ശക്തി, നീ ഒന്ന് ആലോചിച്ച് നോക്ക്. നിന്നെ ഒന്ന് കാണാൻ പോലും അവന് കഴിയില്ല. പിന്നെ നീ അവന്റെ കൂടെ എങ്ങനെയാ? അതിനെ പറ്റിയൊന്നും ഞാൻ ഇതുവരെ ആലോചിച്ചിട്ട് പോലുമില്ല. അവൻ എന്നെ കാണാൻ പറ്റില്ലെന്ന് വെച്ച് എന്താ? എനിക്ക് കാണാലോ. അശ്വിൻ, ഞാൻ അവനിൽ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചതും അവന്റെ ആ കണ്ണുകൾ തന്നെയാ. അതിന് നീ പറയുന്ന ഇഷ്ടം അവനും കൂടെ നിന്നോട് ഉണ്ടാവണ്ടേ? അങ്ങനെയൊന്നില്ല ശക്തി, വേണ്ട, വിട്ടേക്ക്. അത് അത് ശിവ നിന്നോട് പറഞ്ഞു? അപ്പോ അവന് അന്ന് അവിടെ വന്ന് പെൺകുട്ടി? ശക്തി, എടാ, ഞാൻ ഒന്ന് പറഞ്ഞോട്ടെ, എനിക്ക് ശിവയെ ഇഷ്ടമാണ്. എന്നിട്ട് ശിവ എന്നെ ഇഷ്ടമല്ലെന്ന് പറഞ്ഞ ഇനി ഞാൻ ഒരിക്കലും ശിവയെ കാണില്ല. ക്ലാസ് കട്ടയോ ക്ലാസ്സിൽ കയറാതിരിക്കയോ ഒന്നും ചെയ്യില്ല. അയ്യേ, എടാ ശക്തി, നിക്ക് കരയാതെ, ഞാൻ പറയട്ടെ. എനിക്കിഷ്ടമാ. ഇതുവരെ എനിക്ക് ഇങ്ങനെയൊന്നും ആരോടും തോന്നിയിട്ടില്ല. ശിവനോടാ ആദ്യമായിട്ട്. അപ്പോഴാണെങ്കി നീ അവനോട് പോയി പറ നിന്റെ മനസ്സിലുള്ളതെല്ലാം. അവന്റെ കണ്ണുകളായി കൂടെ നടന്നോട്ടെ എന്ന് ചോദിക്ക്. അതിന് ശിവക്ക് എന്നോട് അങ്ങനെയൊന്നും ഇല്ലല്ലോ. എന്റെ പൊന്നനിയൻ ചെറുക്ക, നീ എവിടെ വരെ പോകുന്നറിയാനാ ഞാനിപ്പോ ഇതൊക്കെ പറഞ്ഞത്. ഇന്ന് നീ ശിവയുടെ വീട്ടിൽ നിന്ന് ഇറങ്ങി പോയപ്പോഴേ ഞാൻ അവിടെ ഒന്ന് കേറിയിരുന്നു. അങ്ങനെയാ ഞാൻ ഇതെല്ലാം അറിഞ്ഞത്. അപ്പൊ അവിടെ അങ്കിളും ഉണ്ടായിരുന്നു. എന്നിട്ട് അങ്കിൾ എന്തെങ്കിലും പറഞ്ഞോ? പിന്നെ അങ്കിളിനെ കണ്ടപ്പോഴാണ് നീ ഇറങ്ങി പോയേന്ന് പറഞ്ഞു. എന്റെ പുന്നാര അനിയൻ ശക്തി, ശിവയോട് ഞാൻ സംസാരിച്ചിരുന്നു. ഞാനീ പറഞ്ഞതൊക്കെ അങ്കിളിന് മനസ്സിലായ കാര്യങ്ങളാ. ഇനി നിങ്ങൾ സംസാരിക്കും, നിങ്ങളല്ലേ ബെസ്റ്റ് ഫ്രണ്ട്സ്. ഞാൻ ഇറങ്ങുക. അശ്വിൻ, അച്ഛൻ പറഞ്ഞത് സത്യമാണോ? മുഴുവനായിട്ടുമല്ല അശ്വിൻ. എന്റെ പരിമിതികൾ, അതിനെക്കുറിച്ച് എനിക്കറിയാം. അതുകൊണ്ട് തന്നെ എനിക്ക് മോഹിക്കാൻ അർഹതയില്ലെന്നും. അപ്പോ നിന്റെ അച്ഛൻ പറഞ്ഞതിലൊന്നും ഒരു സത്യവുമില്ലേ? ശക്തിയോട്, എന്റെ അനിയനോട് നിനക്കൊന്നുമില്ലേ ശിവ? അനിയൻ, എനിക്കറിയാം അശ്വിൻ. അവൻ നിന്റെ അനിയനായതുകൊണ്ടാണ് നീ ഇപ്പൊ എന്നോട് ഇങ്ങനെ സംസാരിക്കുന്നത്. അല്ലെങ്കിൽ നീ എന്നെ സപ്പോർട്ട് ചെയ്ത് എന്റെ കൂടെ നിന്നേനെ. അവൻ എന്റെ അനിയനായതുകൊണ്ട് മാത്രമല്ല, നീ എന്റെ ഫ്രണ്ട് കൂടെ ആയതുകൊണ്ടാ ഞാനിപ്പോ ഇത് ചോദിക്കുന്നത്. എനിക്കറിയേണ്ടത് സത്യമാണ്, നിന്റെ മനസ്സിലുള്ളത്. അതിനൊന്നും ഇവിടെ പ്രസക്തിയില്ല അശ്വിൻ. നീ അനിയനോട് പറഞ്ഞാ മതി. ഇതൊന്നും ശരിയാവില്ലെന്ന്. ശിവ, നീ നിന്റെ കുറവുകളെ പറ്റി ആലോചിച്ചാണ് ഇതിപ്പോ പറഞ്ഞതെങ്കില് നിന്റെ നിഴലായി നടക്കുന്ന എനിക്ക് ഇതൊന്നും ഒരു കുറവാന്ന് ഇതുവരെ തോന്നിയിട്ടില്ല. ഞാൻ നിന്നോട് ചോദിച്ചത് നിന്റെ മനസ്സിൽ എന്താന്നാ, അത് പറഞ്ഞാ മതി. അശ്വിൻ, അത് അവൻ ഇഷ്ടമാണെങ്കിൽ ഇഷ്ടമാന്ന് പറ. അല്ലാണ്ട് ഇതൊന്നും നിനക്ക് ചേരില്ല ശിവ. ഇഷ്ടമാണ്. ഇനി നീ ഒന്നുകൂടെ കേട്ടോ. അവൻ സീരിയസ് ആണെങ്കിൽ ശക്തി ഈ ശിവയുടെ. ഓ, അത് ശിവ മാത്രം അങ്ങ് തീരുമാനിച്ചാ മതിയോ? അവന്റെ സമ്മതം ഉണ്ടെങ്കിൽ
ഇത് ഞാൻ മാത്രം തീരുമാനിച്ചാ മതി. ഹളിയ നീ ഇത് ഇപ്പോഴെങ്കിലും ഒന്ന് പറഞ്ഞല്ലോ. എന്നാലും ശിവ, ഇത് നീ തന്നെ. ആ ചെറുക്കൻ എങ്ങനെയാടാ നിന്നെ ഇങ്ങനെ മാറ്റിയേ? അശ്വിൻ, എന്താടാ? ഞാൻ തന്നെയാ. നീ എന്താ വിചാരിച്ചേ ഞാൻ ഒരിക്കലും സപ്പോർട്ട് ചെയ്യില്ലെന്നോ? നിന്നെ അല്ലാതെ വേറെ ആരെയാ ശിവ ഞാൻ സപ്പോർട്ട് ചെയ്യണ്ടേ? പോരാത്തേന് അവൻ എന്റെ അനിയനും കൂടെ. പിന്നെ ഞാൻ ഉണ്ടാവില്ല നിങ്ങളുടെ കൂടെ വേറെ ആരൊക്കെ ഇല്ലെങ്കിലും. ഡാ നീ എന്താടാ ശിവ, നിനക്ക് വിശ്വാസമാവുന്നില്ലേ? എടാ, അങ്കിള് പറഞ്ഞത് വെച്ച് നോക്കുമ്പോ ശക്തിയാ ഇങ്ങോട്ട് കയറി വന്നത്. പതിയെ നീയോ അവനെ സ്നേഹിച്ചു തുടങ്ങി. അതൊന്നും ഒരു തെറ്റല്ല. പിന്നെ നീ പറഞ്ഞതുപോലെ അവൻ നിന്റെ കാര്യത്തിൽ സീരിയസ് ആണെങ്കിൽ ഞാൻ ഉണ്ടാവും നിന്റെ കൂടെ. അവൻ നിനക്കുള്ളത് തന്നെയാ. ഐ തിങ്ക് അവൻ എന്നെ സ്നേഹിക്കുന്നുണ്ട്. പക്ഷെ ഇതുവരെ തുറന്നു പറയാൻ റെഡി ആയിട്ടില്ല. പക്ഷെ ഏതോ ഒരു സെക്കൻഡില് എനിക്ക് അവനോട് തോന്നിപ്പോയിട്ടുണ്ട്. അവൻ കൂടി ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട്. അപ്പോ അവനത് പറഞ്ഞപ്പോ ഞാനൊന്നും തിരിച്ചു പറഞ്ഞില്ല. കാരണം എനിക്ക് നിന്നെ അറിയാലോ. അപ്പൊ ഞാൻ വിചാരിച്ചു ഒന്ന് ഇവിടെ വന്ന് നിന്നോടുകൂടെ ചോദിച്ചിട്ട് കൺഫേം ചെയ്യാന്ന്. പിന്നെ പെട്ടെന്ന് ഞാനതങ്ങ് സമ്മതിച്ചു തരുന്നത് എങ്ങനെയാ? പിന്നെ നിന്റെ മനസ്സിലുള്ളതും കൂടെ അറിയണമല്ലോ. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ ചോദിച്ചത്. അപ്പൊ അതുകൊണ്ട് ഇവിടെ ഒരുത്തൻ കരയുന്നു, എന്തൊക്കെയായിരുന്നു. ശരിക്കും? അപ്പൊ ശിവയ്ക്ക് എന്നെ ഇഷ്ട? ഓ, അത് പറഞ്ഞപ്പോ എന്താ നോക്കിക്കേ അവന്റെ മുഖം. അത് പിന്നെ എന്നെ നീ കുറെ പേടിപ്പിച്ചല്ലേ? നിന്റെയും സൂര്യന്റെ കാര്യം പോലെയാണോ എന്റെ ശിവയുടെ കാര്യം? അതെ അതെ. എടാ, അത് പറഞ്ഞപ്പോഴാ സൂര്യനോട് ഞാൻ പറഞ്ഞു നീ എന്റെ അനിയനാന്ന്. പിന്നെ നമ്മള് തമ്മില് അന്ന് സംസാരിച്ച കുറച്ച് കാര്യങ്ങളൊക്കെ അവന് വളയ്ക്കാനായിട്ട്. ആ ബെസ്റ്റ്. അതും പറയുമ്പോ എല്ലാം കൂടെ ഒന്നിച്ച് പറയണം കേട്ടാ. അത് പിന്നെ എല്ലാം കൂടെ പറഞ്ഞ അവൻ ഒറ്റ പ്രാവശ്യം ഞെട്ടിയാ മതിയല്ലോടാ. അതുമല്ല, ഞാൻ അവന്റെ കാര്യം ചെറുതായിട്ട് അച്ഛനോടും അമ്മേനോടും ഒന്ന് സൂചിപ്പിച്ചിരുന്നു. ആണ്ട കിടക്കുന്നു. എന്നിട്ടെന്താ, വരുന്നിടത്ത് വെച്ച് കാണാം. നീ അത് വിട്. ശക്തി, നിനക്കറിയാലോ ശിവയുടെ കാര്യങ്ങളൊക്കെ. നീ ഒരിക്കലും അവന്റെ ഫീലിങ്സ് വെച്ച് കളിക്കരുത്. ഞാൻ സിൻസിയർ ആയിട്ടാ. അവന്റെ ഒരു കുറവും ഇന്ന് വരെ എന്റെ കണ്ണി പെട്ടിട്ടില്ല അശ്വിൻ. ഇനി അങ്ങനെ ഉണ്ടാവുകയില്ല. എന്നാലും എടാ, നമ്മുടെ അച്ഛനും അമ്മയും അതാലോചിക്കുമ്പോഴാ. അതൊക്കെ നമുക്ക് സമയം പോലെ ആലോചിക്കാം. ഏതായാലും നമ്മുടെ അച്ഛനും അമ്മയല്ലേ, കൂടെ ഉണ്ടാകും എന്ന് തന്നെ വിശ്വസിക്കാം. തൽക്കാലം നീ അതിനെപ്പറ്റി ഒന്നും ആലോചിക്കണ്ട. നാളെ അവനെ പോയി കാണ്. പിന്നെ അവന്റെ വീട്ടിലോട്ടുള്ള വഴിയൊന്നും ഞാനായിട്ട് നിനക്ക് പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ, അല്ലേ ശക്തി? നീയാണടാ ഏട്ടൻ. അതേലോ, ഏട്ടനാണ്. അതുകൊണ്ട് മോൻ പറയും എവിടം തൊട്ടാ ഇതിന്റെയൊക്കെ സ്റ്റാർട്ടിങ് ഏട്ടനൊന്ന് അറിയട്ടെ. സ്റ്റാർട്ടിംഗ് എന്നൊക്കെ പറഞ്ഞ ഫ്രഷേഴ്സ് ഡേ. ഏയ് ശക്തി, എന്താ രാവിലെ തന്നെ? കാര്യമായിട്ട് എന്തെങ്കിലും ഉണ്ടോ? ഇന്നലെ ഇറങ്ങിപ്പോയതായിരുന്നല്ലോ, അതെന്തിനായിരുന്നു? അത് അല്ല, അങ്കിള് എവിടെ ഉണ്ടാകും എന്ന് വിചാരിച്ചാണോ നിന്റെ ഈ സൈലൻസ്? എന്നാ അച്ഛൻ ഇവിടെ ഇല്ല. ശിവ, എനിക്കൊരു കാര്യം. പറഞ്ഞോ, എന്താ? ശിവ, ക്യാൻ ഐ ലവ് യു? ഞാൻ നോ ആണ് പറയുന്നതെങ്കിൽ വേണ്ടെന്ന് വെക്കാൻ നിനക്ക് പറ്റുമോ? ശിവയുടെ ഇഷ്ടം പോലെ. എന്നാ എനിക്ക് പറ്റില്ല ശക്തി. നിന്നെ സ്നേഹിക്കാനുള്ള പെർമിഷൻ നീയാ എനിക്ക് തരേണ്ടത്. എനിക്ക് ശിവയെ ഒരുപാട് ഇഷ്ടമാ. അന്ന് ആദ്യമായി എവിടെ വെച്ച് കണ്ട അന്ന് മുതല് കാണാതിരിക്കാൻ പറ്റാത്തോണ്ടാ ഞാൻ പിന്നെയും പിന്നെ ഇവിടെ വന്നത്. എനിക്കറിയാം, എനിക്കും നിന്നോട് ഇഷ്ടക്കുറവൊന്നുമില്ല. പക്ഷേ പറ ശക്തി, എങ്ങനെയാ നിനക്ക് എന്റെ കൂടെ? ശിവയ്ക്ക് എന്നെയും ഇഷ്ടമാണെങ്കിൽ പിന്നെ എന്താ എന്നോട് ഈ പറയാൻ ശ്രമിക്കുന്നേ? നിന്റെ ഈ സംസാരത്തിൽ നിന്ന് എനിക്ക് മനസ്സിലാകുന്നുണ്ട് നീ എത്രമാത്രം സീരിയസ് ആണ്. ശക്തി, എനിക്ക് നിന്നെ ഒന്ന് കാണാൻ പോലും കഴിയില്ല. നിന്നെ പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് ഒരു ഉറപ്പുമില്ല. ആ എന്റെ കൂടെ നീ എങ്ങനെ ജീവിക്കുമെന്നാ? എനിക്ക് ശിവനെ ഇഷ്ടമാ. വേറെ ഒന്നിനെ പറ്റി ഞാൻ ആലോചിക്കുന്നുമില്ല. എന്താ, ശിവയ്ക്ക് എന്നെ ഇഷ്ടമല്ലേ? ഡാ, അതല്ല ഞാൻ പറയുന്ന ഒന്ന് കേക്ക്. എന്നെ ഇഷ്ടമല്ലെങ്കിൽ അത് പറഞ്ഞാ മതി. പിന്നെ ഒരിക്കലും ശിവയെ ഡിസ്റ്റർബ് ചെയ്യാനായിട്ട് ഞാൻ ഇങ്ങോട്ട് വരില്ല. ഇവൻ ശക്തി, ഞാൻ ചോദിക്കുന്ന എന്താ, നീ പറയുന്ന എന്താ? എനിക്ക് ഒറ്റ ചാൻസ് തന്നാ മതി ശിവയെ സ്നേഹിക്കാൻ. ശിവയ്ക്ക് എന്നെ കാണാൻ കഴിയില്ലെങ്കിൽ എന്താ, എന്നെ സ്നേഹിക്കാൻ കഴിയില്ലേ? എനിക്കത് മതി. ശിവയ്ക്ക് എങ്ങനെ മനസ്സിലായേ എനിക്ക് ശിവയോട് അങ്ങനെയൊക്കെ ഉണ്ടെന്ന്?
നിന്റെ ഇങ്ങോട്ടുള്ള ഈ വരവ് കൊണ്ട് തന്നെ എനിക്ക് മാത്രമല്ല ഇതൊക്കെ അച്ഛനും മനസ്സിലായതാ. അയ്യോ, അപ്പോ അപ്പോ അച്ഛനൊക്കെയാണ്. അച്ഛന് എന്റെ ഇഷ്ടം തന്നെയാ വലുത്. അമ്മ പോയാല് പിന്നെ അച്ഛൻ എന്റെ ഒരിഷ്ടത്തിനും നോ പറഞ്ഞിട്ടില്ല. അപ്പൊ കുഴപ്പമില്ലല്ലോ. എനിക്കും ഇനി നമ്മുടെ കാര്യം സൗകര്യമായിട്ട് വീട്ടിൽ പറയണം. ഇന്നലെ ഞാൻ അശ്വിനോട് പറഞ്ഞതാ. അപ്പൊ അശ്വിൻ പറഞ്ഞു എല്ലാ ശിവനോട് സംസാരിച്ചിട്ട് സമാധാനത്തിന് പറയാന്ന്. ഇനി പറയാലോ ധൈര്യമായിട്ട്. അത് നീ ഉറപ്പിച്ചോ? അപ്പോ എന്തു തന്നെ ആയാലും നീ എന്നെ വിട്ടു പോവില്ല? ഉം, ഉം. അതൊക്കെ ഞാൻ നേരത്തെ ഉറപ്പിച്ചതാ. എനിക്ക് ശിവയുടെ ശക്തിയെ ജീവിച്ചാ മതി. എന്നാലും ശക്തി എനിക്ക് ഒരിക്കലും എന്നെ കാണാൻ കഴിയില്ലെന്നായിരിക്കും. ശിവ, തനിക്കൊരു കാര്യം അറിയോ? തന്നെ ഞാൻ ആദ്യമായി കണ്ടപ്പോഴേ എനിക്ക് തന്നിൽ ഏറ്റവും കൂടുതൽ അട്രാക്റ്റീവായി തോന്നിയത് തന്റെ കണ്ണുകൾ തന്നെയാണ്. തന്നെ ഞാൻ പ്രണയിക്കാനിടയായതും തന്നിൽ എന്നെ സ്റ്റക്കാക്കി നിർത്തിയതും ആ കണ്ണുകളാണ്. അങ്ങനെയാകുമ്പോ തന്റെ കണ്ണുകൾ എത്ര മനോഹരമായിരിക്കുമെന്ന് ശിവയൊന്ന് ആലോചിച്ചു നോക്ക്. തന്നെ പറ്റി ഒന്നും അറിഞ്ഞിട്ടല്ല ഞാൻ തന്നെ സ്നേഹിച്ചത്. പക്ഷെ തന്നെ പറ്റി എല്ലാം അറിയുമ്പോ ഇല്ലാതായി പോകുന്ന ഒരു ഇഷ്ടമല്ല എന്റേത്. അങ്ങനെയാണെങ്കിൽ ഒരിക്കലും ഞാനിവിടെ വരില്ലായിരുന്നു. ശിവയോട് ക്ലോസ് ആവാൻ ശ്രമിക്കുകയില്ലായിരുന്നു. നിനക്കറിയില്ലായിരുന്നോ ശക്തി അശ്വിന്റെ ഫ്രണ്ടാ ഞാനെന്ന്? ഇല്ല, അവൻ പറയാറുണ്ട്. പക്ഷെ അത് താനായിരുന്നു എന്ന് അന്ന് കോളേജിൽ വെച്ച് കണ്ടപ്പോഴാ എനിക്ക് മനസ്സിലായേ. പക്ഷേ ഇത്രയും ഭംഗിയുള്ള ഒരാളെ ഞാൻ ഇതിനു മുമ്പ് കണ്ടിട്ടില്ല എന്നുള്ളത് വേറൊരു സത്യം. ശരിക്കും ഇടയ്ക്ക് ശിവ ഇങ്ങനെ മൗനം പാലിക്കുമ്പോ ശിവയുടെ കണ്ണുകൾ എന്നോട് സംസാരിക്കുന്നതായിട്ടാ എനിക്ക് തോന്നാറ്. ഇനിയും ലേറ്റ് ആക്കാൻ എനിക്ക് വയ്യ. ശിവ, വിൽ യു ബി മൈൻ? നിന്റെ ലോകം മുഴുവൻ എന്നിലേക്ക് ചേഞ്ച് ചെയ്യാൻ സമ്മതമാണോ? ഇതെന്താ ശക്തി, ഇത്രയും നേരം ഉണ്ടായിരുന്നത് പോലെ അല്ലല്ലോ. പെട്ടെന്ന് നിന്റെ സംസാരത്തിലെ ടൂണിലൊക്കെ ഒരു മാറ്റം. ഇന്നിവിടെ വരുന്നത് വരെ ഇനി എന്താന്നുള്ളൊരു പേടി എനിക്കുണ്ടായിരുന്നു. എന്നാൽ ഇപ്പൊ അതില്ല. ഇത്രയും നാൾ ഞാൻ നമ്മൾ ഒരുമിച്ചുള്ള ഓരോ മൊമെന്റ്സും ആസ്വദിച്ചുകൊണ്ടിരുന്നത് നിന്റെ സമ്മതമില്ലാണ്ടാ. എന്നാൽ ഇന്നു മുതല് നിന്റെ സമ്മതത്തോടെ അത് ഞാൻ എൻജോയ് ചെയ്യാൻ പോകുന്നത്. ഇന്ന് ഈ സെക്കൻഡില് ഞാൻ എന്നെ തന്നെ കാണുന്നത് നിന്റെ കണ്ണുകളിലൂടെ. ശിവ, ശക്തി, നീ നേരത്തെ എന്നോട് ചോദിച്ചതുപോലെ ശിവയുടെ മാത്രം ശക്തിയായിട്ടിരിക്കാൻ നിനക്കൊരു ചാൻസ് അല്ല, എന്നെ തന്നെയാ ഞാൻ തരുന്നത്. ഈ നിമിഷം മുതൽ ഞാൻ എൻ്റെ ലോകത്തെ കാണാൻ തുടങ്ങുന്നത് നിന്നിലൂടെയാണ്, നിന്റെ കണ്ണുകളിലൂടെ. ഇത്രയും നാൾ നിന്റെ ശബ്ദം മാത്രമായിരുന്നു എൻ്റെ മനസ്സിലുണ്ടായിരുന്നത്. എന്നാൽ ഇന്ന് നിന്റെ മുഖവുമുണ്ട്. ശിവയുടെ മാത്രം ശക്തിയുടെ മുഖം.